1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800 800120. ഒരു ഓണ പരിപാടിക്ക് നമ്മൾ മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത 2 കാര്യങ്ങൾ എന്താണ്? ഒരൈറ്റം മഹാബലിയാണ്, മഹാബലി തമ്പുരാൻ. അപ്പം തമ്പുരാൻ നമ്മുടെ അടുത്ത് തന്നെ ഇപ്പോൾ ഉണ്ട്. എല്ലാവർക്കും ഒരു ഓണാശംസ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കായിരുന്നു. എല്ലാ മലയാളികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ 1000 ഓണാശംസകൾ. അപ്പൊ ഐശ്വര്യമായിട്ട് ആ കർമ്മം അങ്ങ് കഴിഞ്ഞു. ബാക്കി രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് നല്ലൊരു ഓണസദ്യ. അതെ അതെ അതെ, ഒരുപാട് വിഭവങ്ങളൊക്കെ ആയിട്ട് അല്ലേ, ഇലയിൽ അങ്ങോട്ട് ഓരോന്നായിട്ട് ചോര ഗ്ലിഞ്ചാൻ പരിപ്പം കൊണ്ട് ഒഴിച്ചിട്ട് ഒരു നല്ലൊരു ഓണസദ്യ അങ്ങോട്ട് കഴിച്ചൊരു പായസം കുടിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമാകും, ഓണാഘോഷം അങ്ങോട്ട് പൂർത്തിയായെന്നാണ്. അതെ അതെ. ദിവസം ഏറ്റവും ഇഷ്ടം എന്താണ് സദ്യയില്? എനിക്ക് പുളിയിഞ്ചി ഇഷ്ടമാണ്. പുളിയിഞ്ചിയാണ്. പിന്നെ പുളിശ്ശേരി. അപ്പൊ നമ്മുടെ ഇവിടെ വന്ന ഗസ്റ്റുകളെ വെറും കയ്യോടെ അല്ലാതെ വെറും വയറോടെ നമുക്ക് വിടാൻ പറ്റത്തില്ലല്ലോ. അവരുടെ മനസ്സ് മാത്രം നിറച്ചാൽ പോരല്ലോ, നമ്മുടെ ഭക്ഷണം കൊടുത്ത് വയറോടെ നിറക്കണ്ടേ. അപ്പോ നമ്മളൊരു സദ്യ, ഒരു ഗംഭീര ഓണസദ്യ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മാത്രമല്ല, ഇതിന്റെ കാര്യക്കാരായ ത്രിമൂർത്തി കാറ്ററിംഗ് അവരാണ് ഇതിന്റെ മേൽനോട്ടം വഹിച്ചിരിക്കുന്നത്. അവരെ കൂടെ വിളിക്കും. ഒരു നല്ല കാര്യം എടുത്തു. ഇവരാണ് എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നല്ല. അതെ, ഞങ്ങൾ ഇവിടെ മാത്രമല്ല, ഞങ്ങൾ ഒരുപാട് ഇവന്റുകൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് വലിയ വലിയ കമ്പനിയുടെ. ഇപ്പൊ ഈ അടുത്ത സമയത്ത് അമ്മയുടെ ഇവന്റ് ഞങ്ങൾ നടത്തിയത്. ആരെന്ന് വിളിച്ചേട്ടാ, നിങ്ങൾ കണ്ടിരുന്നോ? അയ്യോ അല്ല, നമ്മുടെ താരസംഘടന അമ്മയല്ല, ഇവന്റെ അമ്മ, എന്റെ അമ്മ, ഇവന്റെ അമ്മ, ഞങ്ങളെയൊക്കെ അമ്മമാരെ നിർത്തിയിട്ട് ആ ഓണാഘോഷ പരിപാടിയിൽ ഞങ്ങളാണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് വിളമ്പിയല്ല. എല്ലാ വർഷവും അങ്ങനെ ഞങ്ങൾ തുടങ്ങാറുള്ളത്. അയ്യോ അതൊക്കെ വലിയ വലിയ ടീം. ഞങ്ങൾ അങ്ങനെയുള്ള ഇത് കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ ഓണം അടുത്ത വർഷം ഞങ്ങൾക്ക് തരും. ഇത് ചെയ്തിട്ട് മുകേഷ് ചേട്ടാ അവിടെ പോയി സംസാരിച്ചിട്ട് അടുത്ത വർഷത്തെ പരിപാടി ഞങ്ങൾക്ക് തന്നേക്കണം. സാറ് ഏറ്റില്ലെങ്കിലും അവരപ്പ തന്നെ തരും. അല്ല അങ്ങനെയല്ല, അപ്പൊ നമ്മള് നമ്മുടെ അതിഥികൾക്കാണ് വിളിക്കുക. അപ്പൊ എല്ലാരും ഇങ്ങോട്ടേക്ക് വരാം. ത്രിമൂർത്തി കാറ്ററിംഗിന്റെയും അതേപോലെ ഫ്ലവേഴ്സ് കോമഡി ഐറ്റംമാരുടെ ഓണം ബമ്പറിന്റെയും ഓണസദ്യ കഴിക്കാം. വരൂ, കൈയടിക്കൂ. ഒരു അടിപൊളി ഓണസദ്യ. വരൂ. ജീവ, നമുക്ക് ഇലയിട്ട് തുടങ്ങാം. ജീവ മീനാക്ഷി ഒന്ന് കൂടണേ. തീർച്ചയായിട്ടും ഞാൻ ഉപ്പേരി വിളമ്പാം. ഞാൻ ചെറിയ എന്തെങ്കിലും വിളമ്പാം. ഞാൻ അവിടെ ഇരിക്കുന്നില്ല, ഇവിടെ ഇരിക്കാം. പായസം കുടിക്കാം. ഓക്കെ. ഈ നമ്മൾ ഇടതുകൈയുടെ ഭാഗത്തോട്ടാണ് തുമ്പല പോണത്. അതെന്തുകൊണ്ടാണെന്ന് വല്ലതും അറിയാം? രസകരമായ എന്തെങ്കിലും? അല്ല, രസകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഐതിഹ്യമൊക്കെ നമ്മുടെ സൗകര്യം അനുസരിച്ചിട്ടാണ് ഇവർ എന്നിങ്ങനെ ഐതിഹ്യമായിരുന്നു എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാനുള്ള എളുപ്പം കൊണ്ടാകാം. അതിനകത്ത് പല പല ഇതുണ്ട്. നമ്മളിപ്പോൾ ഒരു ടംബ്ലർ തന്നെ വെള്ളം കുടിച്ചിട്ട് നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാലും കമത്തി വെച്ച് കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണെന്ന് പറയും. സൈഡിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ പറയും നാളെ ഇതും കൊണ്ട് വരല്ലേ, വേറെ പറഞ്ഞിട്ട് അങ്ങനെ. അതെല്ലാം നമ്മളുടെ സൗകര്യമാണ്. എന്റെ അറിവില് അതാണ്. ഇനി അതിനകത്തുള്ള വലിയ അറിയില്ല. എന്റെ ഓർഡർ പറഞ്ഞുതരാൻ മുറിച്ച്. ഇഞ്ചി, നാരങ്ങ, മാങ്ങ, അതാണ് ഓർഡർ. ആദ്യം വേണമെങ്കിൽ കുറച്ച് ഉപ്പ് വെച്ചോളൂ, അതിനുശേഷം ഇഞ്ചി, നാരങ്ങ, മാങ്ങ, അതിനുശേഷം കിച്ചടി. കിച്ചടിയുടെ പല വെറൈറ്റീസ് ഉണ്ടാവും. ചിലപ്പോൾ വെള്ളരിക്ക കിച്ചടി, അതിനുശേഷം പൈനാപ്പിൾ കിച്ചടി ഉണ്ടാവും, പലതരത്തിലുള്ള കിച്ചടി ഉണ്ടാവും. ദെൻ തോരൻ്റെ തന്നെ പല വെറൈറ്റി ഉണ്ട് ഇപ്പോൾ. അതിനുശേഷം അവിയല്. അതാണ് എൻ്റെ ഓർഡർ. അതാണ് ഓർഡർ. ഇതിൻ്റെ ഇടയ്ക്ക് കൂട്ടുകറി എന്ന് പറയുന്ന ഒരു സംഭവം തിരുവനന്തപുരത്ത്. അത് കൂട്ടുകറി എന്ന് പറയുന്നത് അതിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ അനുഭവമാണ്. കൂട്ടുകാരിയല്ല, കൂട്ടുകറി. അത് ഉരുളക്കിഴങ്ങും ഈ വടയില്ലേ, ഉഴുന്നുവട പോലത്തെ ചെറിയ വട വെളിച്ചെണ്ണയിലിട്ട് അത് മൂപ്പിച്ചെടുത്ത് അതും കൂടെ ഈ കറിയിലിട്ട് ഉണ്ടാക്കുന്നതാണ്. ഈ ഉരുളക്കിഴങ്ങ് കറിയിൽ ഈ വടയും കൂടെ ഉണ്ടാവും. ഈ ഇടതുവശത്ത് താഴോട്ട് ഇവിടെ ഉപ്പേരി വിളമ്പും. അവിടെ തന്നെ വേണമെങ്കിൽ പപ്പടം വെക്കാം. ചോറ് ആദ്യം ഇട്ടതിന് ശേഷം പരിപ്പൊഴിച്ചിട്ട് കുറച്ച് നെയ്യ്, ആവശ്യമുള്ളവർക്ക് നെയ്യ്. ആചാരമനുസരിച്ച് ഈ ചോറ് മുഴുവൻ കഴിച്ച് തീർക്കുന്നവരുണ്ട്. ചിലരാണെങ്കിൽ കുറച്ച് ചോറ് മാറ്റി വെച്ചേക്കും. രണ്ടാമത് ചോറ് വേണമെന്നുള്ളവർ, ചിലർ ഈ ആദ്യത്തെ ചോറ് മുഴുവൻ കഴിച്ച് തീർത്തവർ രണ്ടാമത് ചോറിടും. രണ്ടാമത് വരുന്നത് സാമ്പാറാണ്.
സാമ്പാറും കഴിച്ച് തീർന്നതിന് ശേഷം സാധാരണഗതിയിൽ പിന്നെ പുളിശ്ശേരി രസമൊക്കെ ഉണ്ട്, പക്ഷേ അത് അപ്പോഴല്ല. പിന്നെ പായസ ഇനങ്ങളാണ്. പ്രഥമൻ, അടപ്രഥമൻ, കടലപ്രഥമൻ, പരിപ്പ് പ്രഥമൻ, പിന്നെ പാൽപ്പായസം, വെള്ള നിറത്തിലുള്ള പാൽപ്പായസം, പാലട തുടങ്ങിയവയെല്ലാം ഉണ്ട്. അതിനുശേഷം വീണ്ടും ഇതൊക്കെ ദഹനത്തിന് വേണ്ടിയാണ്. കുറച്ച് ചോറിട്ടതിന് ശേഷം വീണ്ടും പുളിശ്ശേരി അല്ലെ മോര് കറി എന്ന് പറയുന്നത്, പിന്നെ രസം, അതിനുശേഷം മോര്. ഇത്രയും ആണ് സദ്യ തിരുവനന്തപുരം ഭാഗത്ത്. ഓർഡർ മനസ്സിലായല്ലോ, അതാണ് എൻ്റെ പിന്നെ ചിലര് പായസത്തിന്റെ കൂടെ ഈ പാൽപ്പായസത്തിന്റെ കൂടെ ബോളിയും യൂസ് ചെയ്യുന്നവരുണ്ട്. തിരുവനന്തപുരത്തുണ്ട്. ഉണ്ട് ബോളിയില്ല. ഇവിടെ ഇല്ല. ഒരു ചോദ്യം ചോദിക്കട്ടെ, എത്ര കൂട്ടം കറിയുണ്ട് ഒരു സദ്യയിൽ? ആർഭാടം അനുസരിച്ചിരിക്കും. അതിൽ കയ്യിൽ പണമുള്ള പോലെയാണ്. അതെ, 10, 40, 50 ഐറ്റങ്ങൾ നിറയ്ക്കുന്നുണ്ട്. ഈ ഇല മുഴുവൻ നിറയ്ക്കുന്നവരുണ്ട്. ആറന്മുള വള്ളസദ്യയില്ലേ, അതിലാണ് ഏറ്റവും കൂടുതൽ കറികൾ എന്നാണ് എൻ്റെ ഒരു അറിവ്. 70-ലധികം കറികളുണ്ട്. പിന്നെ ഇഞ്ചിക്കറി വരുമ്പോൾ 108 കറികൾക്ക് തുല്യമാണെന്നാണ് പ്രമാണം. ഇഞ്ചിക്കറി വെച്ചാൽ 108 കറിയുടെ എഫക്റ്റ് എന്ന് പറയാൻ കാരണം ഇഞ്ചിയാണ് ദഹനത്തിന് ഏറ്റവും നല്ലത്. സദ്യ എന്നൊക്കെ പറയുമ്പോൾ സാധാരണ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ കഴിക്കും. പായസം, പ്രഥമനൊക്കെ കഴിക്കുമ്പോൾ ദഹനത്തിന് വേണ്ടിയാണ് ഇഞ്ചി. അല്ല മാത്രമല്ല ചേട്ടാ, പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം. ഉർവശിയുടെ കാര്യത്തിൽ ഇഞ്ചിക്കറിയായിട്ട് ബന്ധമുണ്ട്. ചില കാര്യങ്ങളിൽ ഉർവശി മൂക്കത്ത് ഇഞ്ചിയുണ്ട്. ഉണ്ട് ചില കാര്യങ്ങളിൽ. മുകേഷ് ഇല്ലേ? ഇല്ലെന്ന് പറയാൻ പറ്റുമോ? മൂക്കത്ത് ഇഞ്ചി ഇല്ലേ? ഞാനത് കഴിച്ചോട്ടെ. ഓണസദ്യക്ക് വിഷം തിരിക്കുമ്പോഴാണ് മൂക്ക് ഇഞ്ചി. കല്യാണ സദ്യക്ക് ഒരു ചെറിയ കാര്യം ഞാൻ പറയാം. കൊല്ലത്തൊക്കെ ഉണ്ട്. ചെറുക്കൻ വീട്ടുകാർക്ക് വെള്ളം ആദ്യം കൊടുക്കത്തില്ല. അയ്യോ. കാര്യം എന്ന് പറഞ്ഞാൽ അത്രയും കുറച്ചല്ലേ അവർ കഴിക്കത്തുള്ളൂ. അപ്പൊ വെള്ളം അത് പെണ്ണ് വീട്ടുകാരാണെങ്കിൽ ആദ്യം വെള്ളം കൊടുക്കും. കുറച്ച് കഴിച്ചിട്ട് സ്ഥലം വിട്ടോട്ടെന്ന് പറയും. ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് ചെറുക്കൻ വീട്ടുകാർക്ക് വെള്ളം കൊടുക്കില്ല എന്ന്. അത് ഞാൻ ഇതൊക്കെ മുകേഷ് കഥയാണ്. ആരും കുറച്ചേ കഴിക്കത്തുള്ളൂ. അവര് വെളിയിൽ നിന്ന് വരുന്നല്ലേ. ഇതാരും വിശ്വസിക്കരുത്, ഇത് മുകേഷ് കഥയാണ്. കൊല്ലത്തുള്ള ആൾക്കാർ അങ്ങനെ വരനെന്നോ വധുവെന്നോ നോക്കാതെ നല്ല രീതിയിൽ. ഉർവശിയും കൊല്ലംകാരിയല്ലേ? കൊല്ലംകാരിയാണ്. പക്ഷെ എന്താ പറയോ, ആദ്യമേ വെള്ളം കൊടുത്തിട്ട് ഇലയിൽ വെയിറ്റ് ചെയ്യിപ്പിക്കുമ്പം ഈ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് വെള്ളം എടുത്ത് കുടിക്കും, പിന്നെ വയറ് നിറഞ്ഞു പോകും. ഉർവശി ഒരു കാര്യം പറയാം, ആദ്യം വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചില്ലെങ്കിൽ ഇപ്പോഴാണ് ആ ശാസ്ത്രം എല്ലാവർക്കും അറിയാവുന്ന, ശാസ്ത്രീയമായിട്ട് അറിയാവുന്ന. അന്നില്ല പരിപ്പില്ലേ? എന്നാ ഞാനൊരു ഐഡിയ പറയാം. ആദ്യം നമുക്ക് സദ്യ കഴിക്കാം. എല്ലാം വേണ്ട പോലെ കൈകാര്യം ചെയ്യണം ത്രിമൂർത്തി. സാമ്പാർ വരുന്നു സാർ. സാമ്പാർ വരുന്നു സാർ. മാവേലി ആലോചിക്കുകയാണേ, കഴിക്ക് ഞാൻ കാരണമല്ലേ ഇതൊക്കെ ഉണ്ടായത്. എങ്ങനെയുണ്ട് ത്രിമൂർത്തി കാറ്ററിംഗിന്റെ സദ്യ? നന്നായിരിക്കുന്നു. സാമ്പാറിന് ഇച്ചിരി കൂടെ ഉപ്പ് വേണമായിരുന്നു. നമുക്കറിയാം, നോക്കിയായിരുന്നു ഇച്ചിരി കുറവാണ്. രാജേഷ് കാറ്ററിംഗ് നല്ലതാണ്. പായസം ഏത് വേണം? പാലടയുണ്ട്. പാലട കുറച്ച് ഞാൻ അങ്ങോട്ട് കൊടുത്തോളാം. മതി. ആയിക്കോട്ടെ. ഈ കറികളെല്ലാം ഒന്നുകൂടെ തരണേ. അതെ, എല്ലാം ചോദിച്ചറിഞ്ഞ് വേണ്ട പോലെ അവർക്ക് കൊടുക്കണേ. ഒരു കുറവും വരുത്തരുത്. എങ്ങനെയുണ്ട് ചോറ്? എങ്ങനെയുണ്ട് അരി? ഉഗ്രൻ കുത്തരിയല്ലേ? ഉഗ്രനാണോ? അവിയല് ബെസ്റ്റാ കേട്ടോ. അവിയല് നല്ല. ഈ അരിയുടെ കാര്യത്തിൽ ഈ അരിയുടെ പേരില്ല, പെണ്ണുങ്ങളുടെ പേരില്ല. സുരേഖ, വസുമതി, പൊന്നി, ജയ ഒന്നും ആണുങ്ങളുടെ പേരിൽ ഒറ്റ ഒരു അരിയില്ല. ഉണ്ടോ? അറിയില്ല, എന്റെ അറിവിൽ അറിയില്ല. അതിപ്പോ അങ്ങനെയുള്ള വിവേചനം ഉണ്ട്. ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാനും മുകേഷും കൂടെ അഭിനയിച്ച സിനിമകളിലൊക്കെ തന്നെ നിങ്ങൾ എടുത്താൽ ഒരു വിവേചനം കാണാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് സാധാരണക്കാരന്റെ പേരാണ്, മുകേഷിന് അങ്ങനെയല്ല. മുകേഷിനല്ല, ഈശ്വരന്റെ പേരുകളാണ്. ഇൻ ഹരിഹർ നഗറില് എന്താണ് മുകേഷിന്റെ പേര്? മഹാദേവൻ. എന്റെ പേരോ അപ്പുക്കുട്ടൻ. ഗോഡ് ഫാദറില് പുള്ളിയുടെ പേരെന്താ? രാമഭദ്രൻ. ഈശ്വരന്റെ പേര് ശ്രീരാമൻ. എന്റെ പേരോ മായൻകുട്ടി. ഹിറ്റ്ലറിൽ എന്റെ പേര് ഹൃദയഭാനു. മുകേഷിന്റെ പേരോ ചന്ദ്രൻ. അതിനും ദൈവമുണ്ട്. അപ്പൊ എല്ലാം കൂടിയ ആൾക്കാരുടെ പേരാണ് മുകേഷിന്. നമ്മൾ വെറും സാധാരണക്കാരനാണ്. അതുകൊണ്ട് കുറച്ച് സാമ്പാറോട് കറി കൊടുത്തേ. എന്താ നോക്കിങ്ങനെ ത്രിമൂർത്തികൾ? പായസം കൊള്ളാട്ടോ. അപ്പൊ നമുക്കൊരു നമ്മുടെ ഇവന്റെ ഒരു പരസ്യം തരണം കേട്ടോ. ഈ ഭക്ഷണം കഴിക്കുമ്പോ മുകേഷ് ഒരു സെന്റൻസ് സംസാരിക്കുന്നില്ല കണ്ടോ? അത്രയും ടേസ്റ്റ് ഉള്ള ഭക്ഷണം നമ്മൾ കൊടുക്കുന്നത്. അങ്ങനല്ല, അത് കഴിച്ച് തീർത്തിട്ട് അതിന്റെ അഭിപ്രായം പറയും. പിന്നെ കേൾക്കാം. ഞങ്ങളിത് കഴിച്ചിട്ട് വേണം അമ്മയുടെ ഓർഡർ എടുക്കാനായിട്ട്. കണ്ടോണ്ടിരിക്കുന്ന ഒരു ജീവിതത്തിൽ ചോറ് കാണാത്തവരായിട്ട് ഉണ്ണുന്നെന്ന് വിചാരിക്കല്ലേ. രാവിലെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് ഇപ്പോഴാ ചോറ് തന്നെ 2:45 അതുകൊണ്ട് എങ്ങനെ തിന്നും. വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കണം, നമ്മൾ ഇത്രയും അധികം ആവേശത്തോടെ ഉർവശിയൊക്കെ കഴിക്കുമ്പോൾ ഇത്രയും സന്തോഷം പാടില്ല. ഉർവശി ന്യായത്തിന്റെയും സത്യത്തിന്റെയും കൂടെ നിന്ന് ഒരു ചക്രവർത്തിയെ പാതാളത്തിലേക്ക് തള്ളി വിട്ടതിന് ശേഷമാണ്. അപ്പൊ അതിന്റെ വിഷമം ദുഃഖം ഒന്നും ഉർവശിയുടെ മുഖത്ത് കാണുന്നില്ല.
അദ്ദേഹം ഇവിടെ നിൽക്കുമല്ലയോ? എന്തോ അത് അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് പാതാളത്തിലേക്ക് തള്ളി വിട്ടില്ലേ? അവിയൽ ഒരു പ്രാവശ്യമല്ലേ വരുന്നത്. അപ്പൊ മഹാബലിയോട് ഒരു സെന്റൻസ് പോലും ചോദിക്കാതെ സാമ്പാർ ഒഴിച്ചങ്ങ് കഴിച്ചോണ്ടിരിക്കുക. മഹാബലിയോട് സുഖമാണെന്ന് ഒരു സെന്റൻസ് ചോദിച്ചോ? ഞാൻ ചോദിച്ചു സുഖമാണെന്ന് പറഞ്ഞു. ഒരു മിനിറ്റ്, ആരാ ചോദിച്ചോന്ന് ചോദിച്ചോക്ക്. ആരാ എന്നെ കുശലം ചോദിച്ചോക്ക്. അല്ല, എന്നോട് ആദ്യം സുഖമാണോ എന്ന് ചോദിച്ച ചേച്ചിയാ. ആദ്യം സുഖമാണെന്ന് ചോദിച്ചിട്ട് പിന്നെ ഒന്നും മൈൻഡ് ചെയ്തില്ല. അതല്ല രണ്ടാമത് ചോദിക്കുന്നതിലാണ് കാര്യം. ആർക്കും അവിയൽ വേണ്ട? അവിയൽ 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 അവിയൽ. സദ്യയില് നിങ്ങളുടെ ഫേവറേറ്റ് ഡിഷ് ഏതാ? അവിയല് മാങ്ങാക്കറി. മാങ്ങാക്കറി. ചേച്ചിക്കോ? എരിശ്ശേരിയും ഓലനും. അതുണ്ടോ ഇതിനകത്ത്? ഇഷ്ടമാണ് കൂട്ടുകറി. എനിക്കിഷ്ടം എന്താണെന്നറിയോ? മധുരപ്പച്ചടിയില്ലേ? പച്ചടിയും പിന്നെ അവിയലും. ഇഞ്ചിക്കറി വലിയ ഇഷ്ടം. ഈ മധുരപ്പച്ചടിക്ക് പല സ്ഥലത്തും പല പേരല്ലേ? അതെ അതെ. ചേട്ടാ, തിരുവനന്തപുരത്തും പച്ചടി തന്നെയാണോ? പച്ചടി കിച്ചടി എന്നും പറയും. കിച്ചടി എന്നും പറയും, പച്ചടി. ഇവിടെ ഞങ്ങള് പായസത്തിന്റെ ഒരു വെറൈറ്റി ഉണ്ട്. പച്ചടി വേവിക്കാത്തതും കിച്ചടി വേവിച്ചതും. കാരണം ഈ ഷുഗർ ഉള്ളവർക്ക് കൂടെ കുടിക്കാൻ വിത്തൗട്ട് പായസം ഉണ്ട്. മധുരമില്ലാത്ത പായസം അത് വേണ്ട. ഷുഗർ ഉള്ളവർക്ക്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ദഹനത്തിന് വേണ്ടി ഞങ്ങൾ ത്രിമൂർത്തി കാറ്ററിംഗ് സർവീസിന്റെ ഒരു പരസ്യം, ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ പെട്ടെന്ന് നിർദ്ദേശിക്കുകയും പെട്ടെന്ന് നിങ്ങൾ ഇങ്ങനെ ഒരു സദ്യയും ഇലയടക്കം അറേഞ്ച് ചെയ്തതിന് ഹാറ്റ്സ് ഓഫ്. നല്ല സദ്യ. ത്രിമൂർത്തി കാറ്ററിംഗ്. പേരൊന്നും മാറ്റാൻ പറ്റുമോ? ഇത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. പറയാൻ പറ്റണല്ലേ? ചെറിയ പാടായിരിക്കും, കുഴപ്പമില്ല. ഉർവശി ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ലേ? ഇതാ നല്ലതെന്ന് കോമഡിയെ കാട്ടി. അല്ല, പഴയണക്കൊല്ലം കൂടെ കോമഡി ഏക്കാത്തതിന്റെ പേരിലാണ് ഇപ്പൊ ഇത് തുടങ്ങിയതല്ല. അല്ല, ഇരിക്കുന്ന രണ്ട് പേരാരെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇടയ്ക്കാണ് ഞാൻ പെട്ടുപോയിരിക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ വാ വെറുതെ ഇരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ സദ്യ കൊടുത്തത്. അങ്ങനെയൊന്നും നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നത്, അതൊക്കെ വൃഥാവിലാകും. ചേച്ചി, ചെന്നൈയില് ഓണം തമിഴരുടെ അങ്ങനെ എന്തെങ്കിലും ഒരു ആഘോഷം ഉണ്ടോ ഇതുപോലെ സദ്യയൊക്കെ ഉള്ളത്? കേരളം വിട്ടു പോകുമ്പോഴാണ് ഓണത്തിന്റെ വാല്യൂ നമ്മൾ കൂടുതൽ അറിയുന്നത്. അവിടെയുള്ള മറ്റു സംസ്ഥാനക്കാർക്ക് നമ്മുടെ ഓണസദ്യ കൊടുക്കാനുള്ള ഒരു വെപ്രാളം ഉണ്ട് നമുക്ക്. നമ്മുടെ കറികളൊക്കെ ഇത്രയും ഉണ്ട് എന്ന് പറയുന്നത്. അവര് തമിഴ്നാടെന്ന് പറയുന്നത് വന്താരൈ വാഴ വയ്ക്കും തമിഴ്നാടാണ്. ഇവിടെ ആര് വന്നെത്തുന്നു അവരെ വാഴ വയ്ക്കുന്നില്ല, വാഴ നടുന്ന കാര്യമല്ല, ജീവിപ്പിക്കാം. അല്ല, എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാം. അണ്ണാതുരെ പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്. തമ്പി ഞാൻ പഠിത്തേൻ കാഞ്ചിയിലെ നേற்று, അത് நான் உனக்கு சொல்லட்டுமா இன்று, அது நல்லவர்க்கு வாழ்வு வரும் நாளை, അത് അറിஞர் അണ്ണാ എഴുതി വയ്ത്ത പോലെ. നല്ലവർക്ക് വാഴ്വ് വരും നാളെ. നല്ലവന് ഇന്നല്ലെങ്കിൽ നാളെ അവനൊരു പുതിയ ജീവിതം കിട്ടും. അവർക്ക് പൊങ്കലാണ്. പൊങ്കലും ദീപാവലിയുമാണ് പ്രധാനം. പിന്നെ ചെറിയ ചെറിയ ആഘോഷങ്ങൾ ഒരുപാടെണ്ണം. പൊങ്കലിനും ഇതുപോലെ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാവും. 4 ദിവസത്തെ ആഘോഷം. ഞാൻ മനസ്സിലാക്കിയത് ഇത്രയും രണ്ടുപേരും ഓരോ കറിയെക്കുറിച്ചും ഓരോ അതെങ്ങനെ എല്ലാം പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യം എന്നറിയാം. സെപ്പറേറ്റ് ആയിട്ട് കുറ്റം പറയാനാ. എരിശ്ശേരി പോരല്ലോ, ഇഞ്ചിപ്പുളി പോരല്ലോ, അല്ല മുകേഷ്, ജീവിതത്തിൽ നമ്മൾ ഭക്ഷണത്തോടും അതിൻ്റെ ഒരു താല്പര്യം കാണിക്കണം. അല്ല എന്തെങ്കിലും കഴിച്ചിട്ട് പോകാന്നുള്ളതല്ല, ഓരോന്നും ആസ്വദിച്ച് കഴിച്ച്. പാചകക്കാരോട് നന്നായിട്ടുണ്ട് കേട്ടോ, സാമ്പാർ അങ്ങനെ പറഞ്ഞാൽ മതി. നേരെ മറിച്ച് പരിപ്പ് നന്നായിട്ടുണ്ട്, ഇതിപ്പോ മറ്റേത് മോശം മറിച്ച് മോശം ഒന്നല്ല. ഞാൻ ഇതുവരെ ഏതെങ്കിലും ഒരു ഐറ്റത്തെ കുറിച്ച് ഞാൻ ഇന്ന് നിങ്ങളോട് എല്ലാം ഗംഭീരമായിട്ടുണ്ട്. ഞാൻ ഗംഭീരമായിട്ട് ഇങ്ങനെ നക്കിയാണ് കഴിച്ചത്. എങ്ങനെയാണോ അതെ, ഭക്ഷണം ആസ്വദിച്ചാണ് ഞാൻ കഴിച്ചത്. ഭക്ഷണത്തോട് നമുക്ക് റെസ്പെക്ട് വേണം. ആ സമയത്ത് ആ ഭക്ഷണം ഉണ്ടാക്കിയവരോടുള്ള നന്ദി, ഈശ്വരനോട് നന്ദി പറയണം. നമുക്കിതിനുള്ള ഒരു അവസരം ഒരുക്കി തന്നല്ലോ. തീർച്ചയായിട്ടും നല്ല ഭക്ഷണം, ഇതിപ്പോൾ നല്ല ഭക്ഷണമാണ്. അപ്പോൾ അതിന് അത്രയും നല്ല ഭക്ഷണം എന്തെങ്കിലും എന്ത് വേണം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പോവുക എന്നുള്ളത് എൻ്റെ നയമല്ല. പക്ഷെ ചേട്ടൻ ആ ഓർഡർ പറഞ്ഞപ്പോൾ വിവന്മാരുടെ മുഖത്തോട്ട് ഞാൻ നോക്കിയായിരുന്നു. ത്രിമൂർത്തികള് ഇത് തന്നെ കണ്ടില്ലേ, ഉർവശി ഇല മടക്കിയിരിക്കുന്നതുണ്ടോ? ഇങ്ങനെയാണ് മടക്കിയിരിക്കുന്നത്. എന്നാൽ ചില പ്രദേശങ്ങളിൽ മടക്കുന്നത് നേരെ തിരിച്ചാണ്. ചില പ്രദേശങ്ങളിൽ എന്താ അറിയാവോ, ഞാൻ കുഞ്ഞിലെ മുതൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പുലകുളി അടിയന്തരത്തിന് വരുന്നതാണ് ഇനി ഈ ചോറുണ്ണാൻ ഇങ്ങോട്ട് വരുന്നത് ഇലയെ വിളിക്കുകയാണ്. ഇനി എന്ന് ഈ സദ്യ കിട്ടണേ. 95% ആൾക്കാരും ഇതെല്ലാം അറിയാവുന്നവർ അതിനകത്ത് കാണും. ഇങ്ങനെ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് മുടക്കുമ്പോൾ അടുത്തിരിക്കുന്ന ആള് അങ്ങോട്ട് പോകും. പിന്നെ വിവാഹം കഴിക്കാത്തവര് വിവാഹത്തിന് പോയി സദ്യ കഴിച്ച അല്ലെങ്കിൽ സദ്യ കഴിക്കുകയാണെങ്കിൽ അവർ അങ്ങോട്ട് മറച്ചു വെക്കാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്.
അത് ഇതിലായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. കല്യാണം പെട്ടെന്ന് നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുണ്ട്. അല്ല, ഇത് യഥാർത്ഥത്തിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ശാസ്ത്രീയമായിട്ടുള്ള കാര്യം എന്ന് വെച്ചിരുന്നാൽ വേണ്ടത് അതിവിടെ നടപ്പാക്കുന്നില്ല. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, വിഷമമുണ്ട്. കാരണം നമ്മൾ കഴിച്ചേല നമ്മൾ തന്നെ കൊണ്ട് കളയണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഹോട്ടലിൽ പോയി കഴിഞ്ഞിരുന്നാൽ ആ ഇലയിൽ തരാണെങ്കിൽ ഞാൻ കൊണ്ടുപോയി ഞാൻ കളയും. നമുക്കിതൊന്ന് പബ്ലിസിറ്റി കൊടുക്കണം, കാരണം ഞങ്ങൾക്ക് പണിയാ കഴിച്ചിട്ട് പോയല്ലേ. ഞാനിത് എടുത്തുകൊണ്ട് കളയും. കാരണം വെച്ചിരുന്നാൽ അവനവൻ്റെ ജോലി ഗാന്ധി മാർഗം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തരാൻ പാടില്ല. ഞാൻ കഴിച്ചേല ഞാൻ തന്നെ കൊണ്ട്. അല്ല, പക്ഷെ വേറെ ആതിഥേയന്റെ കടമയാണ് ആ പാത്രം എടുത്തുകൊണ്ട് പോവുക. അത് ശരിയാ. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു വലിയ മനസ്സാണ്. അങ്ങനെ ഏറ്റവും വലിയ മനസ്സെന്ന് പറഞ്ഞാൽ എല്ലാ ഇലയും ഞാൻ റെഡിയാണ്. തരൂ. അതായത് നമ്മൾ കുഴപ്പമില്ല, സാർ നമ്മളെടുത്തോളാം. സാറേ അത് നമ്മളെടുത്തോളാം. ഇതിന്റെ തത്വം എന്തെന്നറിയാവോ? ഇതിന്റെ യഥാർത്ഥ ശാസ്ത്രം അറിയാവുന്ന ആളായതുകൊണ്ട്. കാരണം വിളമ്പുന്നവന് ഇതിന്റെ പുണ്യം കിട്ടണമെങ്കിൽ ഇല എടുത്താലേ പൂർണ്ണമാകും. അപ്പൊ ഈ കഴിച്ചതിന്റെ എല്ലാവരുടെയും കൂടെ പുണ്യം കൊണ്ടുപോകാനായിട്ട് പോയതാണ്. അതല്ലെങ്കിൽ ഈ കേറ്ററിംഗിന്റെ മെയിൻ ആള് പുള്ളിയായിരിക്കും. ഇതിന്റെ പിറകിൽ പിന്നീട് പറയാം. അല്ലേ? പാർട്ണർഷിപ്പ് അങ്ങനെയാണ് പറയും. അപ്പോ ആദ്യമായിട്ടാണ് എന്റെ പുണ്യം വേറൊരാൾ കൊണ്ടുപോകും. സദ്യ ഇഷ്ടപ്പെട്ടോ ചേച്ചി? സദ്യയായിരുന്നു. നിങ്ങളൊക്കെ എന്തൊക്കെയോ ഇവിടെ പറഞ്ഞു. എന്റെ വിശപ്പ് അറിയതിന് ശേഷമാണ് ഞാൻ സ്മാർട്ട് ആയതെന്നുള്ളതാണ് സത്യം. അതാ, ഇനി പൂർവാധി ശക്തിയോടെ നമ്മൾ തിരിച്ചു വരുമായിരിക്കും. ഇത്രയും വിശന്ന് വേണം കഴിക്കാൻ. അപ്പോഴേ വിശപ്പിനാണ് ആഹാരം. അപ്പൊ ഇനിയിപ്പോ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ വരുവാണെങ്കിൽ ത്രിമൂർത്തി കാറ്ററിംഗ് സെന്ററിൽ ഒന്ന് ഓർക്കുക. ഓർക്കണം. കളയാൻ വേണ്ടി ഒരുപാട് വിഭവങ്ങൾ വിളമ്പിയിട്ട് കാര്യമില്ല. രുചിയുള്ള 1-2 വിഭവങ്ങളാണ് എപ്പോഴും ഏറ്റവും നല്ലത്. അത് വളരെ വളരെ നന്നായിരിക്കുന്നു. നിങ്ങൾ ധൈര്യപൂർവ്വം കണ്ടിന്യൂ ചെയ്യും. സാർ എന്തോ പറയാം? നമുക്ക് പരസ്യം പറയാനാണെന്ന് തോന്നുന്നു. മുകേഷിനെ പോയി ഒന്ന് ആശ്വസിപ്പിക്കണം. അവിടെ ഒന്ന് പൊട്ടിക്കരയായിരുന്നു. നിന്നെ കൊണ്ട് ഞാൻ ഇല ഇടിപ്പിച്ചു, സോറി കെട്ടിപ്പിടിച്ച് കരയായിരുന്നു. കുറേശ്ശെ ഒന്ന് ചെന്ന് ആശ്വസിപ്പിക്കും. ഞാൻ പറഞ്ഞു അത് സാരമില്ലാന്ന് പറഞ്ഞു. എന്നാലും അവിടെ നിന്ന് ഇതൊക്കെ വലിയ സീരിയസ് ആയിട്ട് എടുക്കുന്ന നിന്റെ കാര്യം കൊണ്ട് വാ. ഞാനത് ഒരു സ്പിരിറ്റിൽ എടുത്തല്ലേ ഉള്ളൂ. കണ്ണു തുടക്കി സദ്യയുടെ ടേസ്റ്റോടെ സന്തോഷത്തോടെ കരഞ്ഞാണോ വേറൊരു കഥ ഇവിടെ വന്നു. എന്റെ പേരിലാണ് കരഞ്ഞിരിക്കും സുമേഷ് മുകേഷ് ഏട്ടൻ എന്ന് പറഞ്ഞു. സദ്യയുടെ മുകേഷ് ഏട്ടന്റെ മൂട് ചെറു സുമേഷ് ഏട്ടാണ്. മുകേഷിനെ സുമേഷ് എന്ന് വിളിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആഹാരം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ആവശ്യത്തിന് മേടിച്ച് കഴിക്കണം. അല്ലെങ്കിൽ ഞങ്ങൾ ത്രിമൂർത്തി സംഘടന ഞാൻ മുഴുവൻ കഴിച്ചില്ലേ? അറിയാലോ ആഹാരത്തിന്റെ വില. പക്ഷെ നമ്മൾ പുറത്തറിഞ്ഞ അങ്ങനല്ല. പിന്നെ നിങ്ങൾ ആഹാരം വേസ്റ്റ് ചെയ്യുന്നത് ഇഷ്ടമല്ലെന്ന് പറയുന്നു. അതുകൊണ്ട് വളരെ കുറച്ചേ കൊടുക്കത്തുള്ളൂ. അല്ല, ജഗദീഷ് ഏട്ടാ ഇത് പറഞ്ഞ സ്ഥിതിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാരണം എൻ്റെ അമ്മയും പപ്പയും പറഞ്ഞിട്ടുള്ള നമുക്ക് ആരെങ്കിലും വിളമ്പി തരുന്നുണ്ടെങ്കിൽ അവർ വിശന്നിരിക്കുകയാണെങ്കിൽ അവരെ ഇരുത്തി വിളമ്പി കൊടുത്തിട്ട് പോകണമെന്നാണ്. അങ്ങനെ ഒരു ശാസ്ത്രമുണ്ട്. ശരി, അതിൽ വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ചോറ് ഞങ്ങൾ വിളമ്പിത്തരാം. അപ്പൊ ഈ സെഗ്മെന്റ് ഇവിടെ ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യണം. താങ്ക് യു സോ മച്ച്. സദ്യ കഴിച്ച് ഞങ്ങൾ തിരിച്ച് ഉഷാറായിട്ട് ഒരു വല്ലം പൂവും കൊണ്ട് അത്തം ഞാൻ ഇട്ടല്ലോ കൂക്കു കൂക്കു കൂ. ഞാൻ പാടിയിട്ട് ഞാൻ തന്നെ അങ്ങ് കൂക്കു വിളിക്കുക. എൻ്റെ ദൈവമേ, എനിക്ക് എന്നോട് തന്നെ ഒരു പ്രോത്സാഹനമില്ലല്ലോ എന്നങ്ങ് ഓർക്കുമ്പോഴായിരിക്കും വല്ലാത്തൊരു വിഷമം. എടാ ഒരു തേനീച്ച കിടന്ന് ഈ തലയ്ക്ക് വെച്ചിട്ട് എന്തിനു കിടത്ത് പറക്കുക? എൻ്റെ പൊന്നു തേനീച്ച, ഇത് പിച്ചി പൂത്ത് നിൽക്കുവല്ല. എൻ്റെ തല നരച്ചിരിക്കും അങ്ങോട്ടേക്കാണ് പറഞ്ഞു പോകാൻ. നല്ല വാങ്ങോ. അയ്യോ എൻ്റെ ദൈവം നമ്പരാണ്. അങ്ങനെ ഒരു വിധത്തിൽ അത്തപ്പൂക്കളം ഇട്ടു. ഇനിയും ഓണത്തപ്പനെ എടുത്തു വെക്കണം. അതിന് എവിടാന്നാ കിടന്ന് തപ്പുന്നത്? എന്തോ ചെയ്യാൻ എവിടെ കണ്ടുണ്ട്. ഓണം വന്നല്ലോ എന്റെ കൈ കൊണ്ട് നിന്നെ കൊല്ലുമ്പം വെറുതെ പാടിയെന്നേ ഉള്ളൂ. ഇവിടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അവരെന്തിയേ? എടാ അവലിവിടെ ഉണ്ട്. മലര് നീ കൊണ്ടുവന്നോ? പ്രസാദം വെക്കാനല്ല, അവരെന്തിയെന്നാ ചോദിച്ചത്. നിന്റെ സഹോദരങ്ങളില്ലേ അവരൊക്കെ? വിളിച്ചാ വിളിപ്പുറത്തെത്തുവോ? അവര് വരും. വരുമായിരിക്കും, എനിക്കറിയത്തില്ല. എടാ നിനക്കറിയാമല്ലോ, എന്റെ ലാസ്റ്റ് ഓണമായത്. ചുമ്മാ ഇത് പിടിച്ചായിരിക്കണം, കളിപ്പിക്കരുത്. വരുന്ന പക്ഷെ ഞാനുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുമോ? അതാ വെറുതെ കളിപ്പിക്കരുത്. അത് തന്നെയല്ല,
ഈ വീട്ടിൽ നമ്മുടെ അപ്പൂപ്പന്റെ സ്വർണ്ണക്കിണ്ടി ഇരിപ്പുണ്ട്. ഒരു പെട്ടിക്കകത്ത് ഞാൻ അറിഞ്ഞു. അതുപോലെ സ്വർണ്ണ തളികകളെല്ലാം ഇരിപ്പുണ്ട്. എന്റെ കൊച്ചുമക്കളെല്ലാം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഞാൻ അത് കൊടുക്കും. മോനെ മുണ്ടും സെറ്റും ഒന്നും കൊണ്ടുവന്നില്ല. കൊണ്ടുവന്നു. അമ്മമ്മയ്ക്ക് മുണ്ട് സെറ്റ് ഞാൻ ഒരു ശകലം അടിച്ചിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ലോ. കുഴപ്പമില്ല. നീ ആ സെറ്റും മുണ്ടും ഞാൻ നാട്ടെ. എന്നാ ഇതാ സെറ്റും മുണ്ടും. ആ സെറ്റും മുണ്ടും മുണ്ടുണ്ട്. സെറ്റന്തിയെ അത് സെറ്റും മുണ്ടും ഉണ്ട് അതിനകത്ത്. എടാ ഇങ്ങനെ കുത്തി വിളിക്കുന്ന സെറ്റന്തിയല്ല. മൊബൈലോ? നിങ്ങൾക്ക് എന്തിനാ മൊബൈല്? എന്താ പ്രായമായിരുന്നു. എടാ പിന്നെ നിന്റെ മുറപ്പെണ്ണ് വരുന്നുണ്ട്. വരുവോ? നിന്റെ എന്നെ കളിപ്പിച്ച ഈ വിഗ് വലിച്ചാൽ തോട്ടിക്കളയും. കളിപ്പിക്കൊന്നല്ല. വരുവോ? ഭർത്താവ് കൊണ്ടുകൂടെ. അയ്യോ അത് എന്തായിരുന്നു? ഓനെ നീ എന്റെ പൊന്നൂഞ്ഞല്ലേടാ. എന്റെ പൊന്നൂനല്ലേ ഇങ്ങനെ വന്നേ. കള്ളം മാറി കുടുംബങ്ങളൊക്കെ വന്നിരിക്കുന്നവൻ. എന്നെ എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. ഞാൻ നീ വന്നല്ലോ എന്നങ്ങ് സന്തോഷത്തിന് ഞാനങ്ങ് പറഞ്ഞതാ. ഈ ഓണസദ്യ അല്ലാതെ നമുക്ക് ഫ്രൂട്ട്സ് ഐറ്റം വല്ലതും മേടിച്ചിട്ടുണ്ടോ? ഫ്രൂട്ട്സ് ഐറ്റം ഈ ഒരു തണ്ണിമത്തക്കല്ലേ കൊണ്ടുവന്നില്ലയോ? എവിടുന്ന്? അത് ഞാൻ കീറി അതിന്റെ അകത്ത് കാറ്റ് മാത്രമേ ഉള്ളതുകൊണ്ട് അവിടെ വെച്ചേക്കുന്നു. നോക്ക് ചെന്ന്. എന്റെ അല്ല മനുഷ്യനെ പറ്റിക്കുന്നതിന് ഒരു അതിരുണ്ട്. പിള്ളേർക്ക് കളിക്കാനുള്ള ഓണപ്പന്ത് വലിച്ചു കീറി. അയ്യോ ഇതാണ് എന്താ പണിയെ കാണിച്ചത്? അത് തണ്ണിമത്തക്കാലിയോ? രാവിലെ ബ്രെഡ് വല്ലതും കഴിച്ചോ? ബ്രെഡ് ഞാനൊരു കുന്നോ കഴിച്ചില്ല മോനെ. എനിക്ക് വിശന്നിട്ട് വയ്യ. അപ്പൊ സ്നഗ്ഗിയെ തൊട്ടിട്ടില്ല. ദൈവമേ ഞാൻ സ്പെഷ്യൽ എന്താണെന്നാ പറഞ്ഞേ? മോനെ നിനക്ക് മോരുതോരൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മോരുതോരൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇലമോനെ ചവിട്ടാതെ. ഇലമോനോ? മോരുതോരൻ അവിടെ ഇരിപ്പുണ്ടോ? വിളക്കുമോനെ അതാ ചവിട്ടാതെ. എന്തോ അമ്മ കിടന്ന് ഇങ്ങനെ കിടന്ന് അലക്കുന്നത്? പൂമോനെ ചവിട്ടാതെന്ന്. നീ എന്നെ ചവിട്ടി കഴിഞ്ഞാല് ഒറ്റ നിമിഷം നിന്നുരുകിപ്പോയി. ഉരുകിപ്പോയി. ഞാൻ മോരുതോരൻ നോക്കാം. മോരുതോരൻ പോയി. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല മോരുതോരൻ. നോക്കട്ടെ. ഓണം വരുന്നേ ജാനും വരുന്നേ കൂടൊരു കടലുണ്ടേ കുട്ടിയും കയ്യിലുണ്ടേ അമ്മമ്മേ. നീ എന്നെ കുറിച്ചോ നീ പാട്ട് പാടിയേ? എന്നെ കുറിച്ചോ? ഇതാ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞാട്ടല്ല. എന്താന്ന് മാമന്റെ വീട്ടിൽ എനിക്ക് ഓണം ആഘോഷിക്കാൻ പോണം. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. കണ്ടിട്ടില്ല. ഇങ്ങോട്ട് വാ. നിങ്ങൾ മാമന്റെ വീട്ടിൽ പോയി കിടന്നോ? ഇത് അമ്മമ്മയുടെ അവസാനത്തെ ഓണമെന്നാണോ പറഞ്ഞത്? അതെല്ലാ വർഷം അമ്മ അങ്ങനെ തന്നെ പറയുന്നു. അതല്ലെന്ന് അമ്മമ്മക്ക് അപ്പം പണ്ട് കൊടുത്തൊരു പെട്ടി ഉണ്ട്. അതിന്റെ അകത്ത് കുറെ സ്വർണ്ണൊക്കെ ഉണ്ട്, സാധനങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് എല്ലാ പേരക്കിടങ്ങളെയും വിളിച്ച് ആഘോഷിക്കണം. അതൊക്കെ പങ്കുവെക്കാനാണ്. നിങ്ങൾക്ക് ഒരു പങ്കല്ല 2 പങ്ക്. എന്റെ പേരിലും കൊച്ചിന്റെ പേരിലും മേടിക്കും. അമ്മമ്മനെ വിളിക്കണേ അമ്മമ്മേ. എടി നിനക്കറിയാമല്ലോ എനിക്ക് 3 മക്കളാ. നിന്നൊക്കെ തലവട്ടം കണ്ടപ്പോഴേ അവര് 3 പേരും അങ്ങ് പോയി. 2 ആണും 1 പെണ്ണും. അല്ലെ പെണ്ണിന്റെ മോളാ നീ നേരത്തെ ഈ വീട്ടിൽ വരണ്ടടാ. നീ വന്നില്ല. വഴക്കിടുവല്ല. മൂത്ത മോന്റെ മോൻ പോലീസാ. പിന്നെ ഇളയവന്റെ മോൻ ഇവിടെ ഉണ്ട്. ബാബുക്കുട്ടൻ അകത്ത് കയറി പോയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്തോന്ന് വെച്ചാൽ ഈ വീട്ടില് എന്റെ ലാസ്റ്റിലത്തെ ഓണവാ. വരുന്ന വർഷം ഞാൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് ഒരു പെട്ടി നിറച്ച് സ്വർണ്ണ തളികയും സ്വർണ്ണ പാത്രമൊക്കെ ഇരിപ്പുണ്ട്. അതെന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയാ. മോളെ എനിക്ക് എന്തോ കൊണ്ടുവന്ന് തരാൻ നല്ലൊരു ഓണം ആയിക്കോട്ടെ. എന്റെ ദൈവം തമ്പുരാനെ ഇതിനോടൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ സ്വർണത്തിന്റെ മാല. അടിപൊളി അടിപൊളി സുന്ദരിയായിട്ടുണ്ട് കേട്ടാ. സുന്ദരിയായിട്ടുണ്ട്. ഈ പോണം മാമന്റെ വീട്ടിൽ പോണം. അരമണിക്കൂർ ഞാൻ ഇവിടെ നിൽക്കത്തുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്താണ് അവൻ പോവുകയാണെ പോട്ടെ. നിന്റെ മുറച്ചെറുക്കനില്ലയോ? ബാബുക്കൂട്ടൻ വന്നിട്ടുണ്ട്. ബാബുച്ചെന്നെ കണ്ടിട്ട് കൊറേ നാളെ. ബാബുച്ചേ ഇല്ല വേണ്ട. ചേട്ടച്ചാരും വരും. ഇപ്പൊ വരും. ഏത് മണിക്കൂട്ടേട്ടനാ? മണിക്കൂട്ടേട്ടൻ ഡ്രസ് മാറാൻ എടുത്തോണ്ടോ? ഡ്രസ് എടുത്തോണ്ടോ മാറാൻ? കള്ളിമുണ്ടാ നിങ്ങൾ വീട്ടിൽ പോണെന്നല്ലേ പോയിട്ട്? നിങ്ങൾ വീട്ടിൽ പോണെന്നല്ലേ പോയിട്ടുമ്പോ 2 കുട്ടന്മാരെ ഇടയ്ക്ക് നിന്നെ നിർത്തിയിട്ടേ ഈ വാവാച്ചി എങ്ങും പോകുന്നില്ല. ആരാണ് വാവാച്ചി? ഇവളെന്നെ വിളിക്കുന്ന വാവാച്ചി നവീ. മുതുക്കു മുറ്റിരിക്കണേ വിളിക്കുക ബാവാച്ചി. ഞാൻ പറഞ്ഞതാ മാമന്റെ വീട്ടിൽ. ഞാൻ പറഞ്ഞതാ. എന്തുണ്ട് വിശേഷം? അളിയാ ഞാൻ ഇപ്പഴാ ഇവിടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ മേടിച്ചേ. ഞാൻ ചോദിച്ചില്ലല്ലോ. അല്ല ചിലപ്പോ അളിയും വിചാരിക്കും ഞാൻ വീട്ടിൽ നിന്നേ ഇങ്ങനെ എടുത്തോണ്ട് വരുവാന്ന്. അല്ല എനിക്ക് അളിയനെ നേരത്തെ അറിയാമല്ലോ. എന്തുണ്ട് വിശേഷങ്ങൾ? കൊച്ചിനെ പിടിയോടി. എന്നെ കൂടെ ഒന്നും പറ്റൂല. പോ. നാളെ ഞാൻ തുണി കഴിവത്തില്ലേ? പേടി കണ്ടോ? എനിക്കറിയാമല്ലേ നീ പേടി എന്തുവാന്നുള്ളത്. വീട്ടിൽ എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു. അച്ഛന് അസുഖങ്ങൾ വല്ലതും ഉണ്ടോ? ഒരു അസുഖമില്ല. ഒരു അസുഖമില്ല. എത്ര വയസ്സുണ്ട്? 80 വയസ്സായി. അയ്യോ ഇനിയിപ്പോ എന്ന് അസുഖം വരാനാ? അങ്ങനെ പോരാ. പറഞ്ഞ വാക്ക് പാലിക്കണം മോളെ.
ചക്കരെ എന്തുണ്ട് വിശേഷം? മോനാ മോനാ. ആ കുഞ്ഞിനോടല്ല മോനെ, സുഖമായിട്ടിരിക്കുന്നോ? ചുരിദാറിന്റെ സൈസ് എന്ന് പറഞ്ഞ മേടിച്ചേ കേട്ടോ. അയ്യോ കുഞ്ഞു ഇടാറായിട്ടില്ല. ഇടാറായിട്ട് കുഞ്ഞിനോടല്ല, 2 ദിവസം കഴിഞ്ഞ് പോയാൽ മതി കേട്ടോ. അയ്യോ അരമണിക്കൂറിനാ ഞങ്ങൾക്ക് പോണം. നീ പൊക്കോ. അല്ല കുഞ്ഞിനെ കൊണ്ടുപോകണം. കുഞ്ഞിനെ കൊണ്ടുപോക്കോ. ഗായത്രി ഇവനങ്ങ് സംശയമാ. എന്തിനാ? ഓ ഓ ഓ ഓ കുഞ്ഞിനെ ഉറക്കുക, കുഞ്ഞിനെ ഉറക്കുക. അതല്ലേ നാരായണ നാരായണ. എന്റെ ദൈവം വരുന്നുണ്ട്. നാരായണ നാരായണ. പോലീസ് 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 വരുമ്പോളേ പൊളിക്കാൻ കൊണ്ട് കണ്ടൽക്കാടല്ലേ എന്റെ ഭാര്യ. എനിക്ക് പോലീസിനെ പേടിയാ. നിന്റെ ചേട്ടനില്ലടോ കയറി വരുന്നത്. മധുരം ജീവാമൃത ബിൻസി. ബിൻസി അല്ല ബിന്ദു. ആ അവളെയും എന്നെയും കൂടി അവളെ ഭർത്താവ് പൊക്കിയതിന് ശേഷം ഞാൻ ബിൻസി എന്നേ പാടത്തുള്ളൂ. ബിൻസിയുടെ ഭർത്താവ് അത് പൊക്കുമ്പോ പാട്ട് മാറ്റും. ഇത് കള്ളനാ. ഞാൻ ഈ കോടതിയിലോട്ട് ഈ കള്ളനെ കൊണ്ടുപോകുന്ന വഴിക്ക് പിന്നെ ഈ അമ്മാമ്മേരോട്ടത്തെ നമുക്ക് ഇച്ചിരി ഓണസദ്യ കഴിക്കുന്ന നിങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഞാൻ കയറിയതാ. ഞാൻ അവിടെ സെല്ലി കിടക്കുമായിരുന്നു. അപ്പൊ ഇയാൾ പറഞ്ഞു ഇവിടെ ഏതോ പെണ്ണ് വരുന്നു, അവിടെ മുന്നിൽ ഷൈൻ ചെയ്യാനെന്ന് പറഞ്ഞ് വിലങ്ങ് കുടിപ്പിച്ചോണ്ട് വന്നത്. ആരെന്ന് അറിഞ്ഞൂടോ? എനിക്കറിഞ്ഞോ ഏതൊരു പെണ്ണിന്റെ കാര്യം പറഞ്ഞായിരുന്നു. ഗായത്രി ആ പേരാ പറഞ്ഞത്. എഴുതി എല്ലാരും കൂടെ ഇങ്ങോട്ട് കയറി വരുന്നു എന്റെ പൊന്നു. നിന്റെ അടുത്ത് ഞാൻ അവിടെ നിന്ന് വന്നപ്പോഴേ ഒറ്റ ഞാൻ മിണ്ടത്തില്ല. പക്ഷെ പോകുമ്പോ എനിക്ക് ആ വെള്ളിമുങ്ങയെ തരണം. വെള്ളിമുങ്ങ എവിടെ പൂവായിരിക്കുന്നത്? അയ്യോ അതെന്റെ ഇവിടെ എന്റെ അമ്മാമ്മ, അത് വെള്ളിമുങ്ങ അല്ല. മിണ്ടത്തില്ല. സുഖമാണു. താടി മാറിപ്പോയി, താടി മാറിപ്പോയി. അവള് കുറച്ച് ദിവസം കഴിഞ്ഞ് പോയാ മതി കേട്ടോ. അടിച്ചതാ, ഞാൻ മറുപടിയും കൊടുത്തേ. ഞാൻ മോക്ക് ഞാൻ ഒരു ചുരിദാർ വാങ്ങി തരാൻ കേട്ടോ. അതും പറഞ്ഞതാ. അത് നീ രാവിലെ ഇഞ്ഞ് പോന്നല്ലേ? പിന്നെ ഞാൻ ഇന്നലെ എന്നെ ഇവിടെ ഒരു വാക്ക് മിണ്ടാ നീ സമ്മതിക്കത്തില്ല. ഞാൻ സമ്മതിക്കത്തില്ല. അപ്പൊ ഞാൻ ഇവിടെ ഒന്ന് പുഴുക്കണം, അതാണ് നിന്റെ ആഗ്രഹം അല്ലേ? അലിക്കോട്ടെ ഇങ്ങ് വന്നേ. എന്താ മുത്തശ്ശി? നിന്റെ കണ്ണിന് വല്ല കുരു വല്ല ഉണ്ടോടാ? ഇല്ല, 2 കൃഷ്ണമണിയാ. കൃഷ്ണമണിയാണോ? അതെ അതെ. അത് നിനക്കറിയാമേ? അതെ. ഞാനിവിടെ ഒരു ഇരിക്കുന്നത് കണ്ടാണോ? അയ്യോ ദൈവമേ, കലിപ്പായന് ഈശ്വരാ. കണ്ട് കാലയിലൊന്നും പിടിക്കണ്ട. എടാ നിന്റെ വീട്ടിലേ കേടായ ഒരു TV ഇരിപ്പുണ്ടെന്ന് പറഞ്ഞില്ലയോ? പറഞ്ഞു. ഈ ഓണമാകുമ്പോ നീ TV കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഓണമായ TV എന്തിയേ? അയ്യോ ഓണമാകുമ്പോ കൊണ്ടുവരാന്നല്ല പറഞ്ഞത്, അത് പഴയ TV. അതൊന്നും ഓണാകുമ്പോ കൊണ്ടുവരാന്നാ പറഞ്ഞത്. എന്റെ ദൈവം, എന്തുവാടെ ബാബുക്കുട്ട ഇതൊക്കെ പറയുന്നേ? ഇല്ലല്ല, ഇപ്പൊ കേസില്ല. ഇപ്പൊ ഞാൻ ഈ യൂണിഫോം ഇട്ടുകൊണ്ട് സ്വയം തൊഴിലിന്റെ പണിക്ക് പോവാ. പിന്നെ കളിയാക്കാതെ നമ്മൾ ഈ പോലീസ് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു മൈൻഡും ഇല്ല. നീ ശ്രദ്ധിച്ചില്ലേ ബാബുക്കുട്ട? പണ്ടൊക്കെ നമ്മൾ ആ പിറകിരിക്കുന്ന പേരയിൽ കയറി എന്തുമാത്രം പേരയ്ക്ക ഇവക്ക് പറിച്ചു കൊടുത്തിട്ടുള്ളതല്ലേ? എന്നിട്ട് അവൾ ഒരു പേരൊക്കെ നമുക്ക് പറിച്ചിട്ടുണ്ട്. ഇല്ല അല്ല, നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ട? പേരൊക്കെ വേണം. ഞാൻ പേര് വരുത്തി കയറി പറിച്ചറിയില്ല. അവിടെ അമ്മൂമ്മ ഇവിടെ വ്യക്തിയുണ്ടോ? ഇതിനാ ആ പേരമല ഇന്ന് ഞാൻ മുറിക്കും, അല്ലെങ്കിൽ ഇതാണ് ഇതിന് 2 ഞാൻ മുറിക്കും. അപ്പൊ പേരയ്ക്ക ക്യാൻസൽ. പരിപാടി വേണ്ട. നിങ്ങൾക്ക് എന്താ ചേട്ടാ? രാത്രി വേറെ കാര്യങ്ങളുണ്ട്. കൊച്ചു കിടന്ന് കണ്ടുപിടിക്കുമല്ലോ. പാവക്കുട്ടി വന്നേ. എന്തുവാ പാവക്കുട്ടി രാത്രിയിലേ ഉറക്കത്തിൽ കളഞ്ഞു ഇല്ല, ഞാൻ വെക്കത്തില്ല. പക്ഷെ രാത്രി കിടന്നുമുള്ളൂ. അല്ലെ ഈ വൃത്തിയേറ്റ വെപ്പം ഞാൻ വെക്കത്തില്ല. ആ സംശയം മാറി. അളിയാ അളിയൻ രാത്രി കളഞ്ഞു ഇങ്ങനെ ആക്കുവോ? എന്താ കാര്യം? എന്തുവാ ചോദിച്ചയാ? ചുമ്മാ ഇത് ആക്കുവോ? ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളു, ചോദിച്ചതാ. ഇവന് ഭയങ്കര സംശയമാണെന്നാ തോന്നുന്നേ. അല്ലാന്നുണ്ടെങ്കിൽ ഇവ ഈ കുഞ്ഞിനെ കൊണ്ട് 24 മണിക്കൂർ ഇങ്ങനെ നടക്കുവോ? നീ ആര് കാണിച്ചേ? അല്ല ഉണ്ട്. അമ്മച്ചെന്തേ? അമ്മച്ചല്ലിയാ ഇരിക്കുന്നത്. അതല്ല എമ്മച്ചന്തിയെന്ന്. എമ്മച്ച സാധനമുണ്ട്. മോനെ വന്നേ. നിന്റെ വായം തുറന്നേ. നാക്കൊന്ന് നീട്ടിയേ. നിനക്ക് ഇത്രയും നീളമുള്ള ഒരു നാക്കുണ്ട്, പിന്നെ എന്തിനാ കുന്തം പിടിക്കുക പോലെ നിൽക്കുന്നേ? ഒന്നും മിണ്ടാതെ. നമ്മുടെ ചെറുമോനില്ലേ ഒരു സഹായം ചെയ്തതിന് എന്നെ പിടിച്ച് ജയിലിൽ ഇട്ടെന്ന്. സഹായം ചെയ്തതിന് എന്തിനാ പിടിച്ച് ജയിലിൽ കൊണ്ടു നിർന്നത്? അതായത് നമ്മളവിടെ അമ്പലത്തിൽ ഒരു കാണിക്ക വഞ്ചിയുണ്ട്. ഇഷ്ടം പോലെ പൈസ അടക്കുന്ന കാരണം ആൾക്കാർക്ക് പൈസ ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അത് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് കാര്യമായിട്ടൊരു വഞ്ചി കൊണ്ടുവച്ചു. അന്നേരം ഇവൻ പിടിച്ചോണ്ട് വന്നത്. എന്നിട്ട് ഒരു പേര് വിട്ട് കള്ളനെന്ന്. എവിടെ പോവാ? ഈ കണ്ണുനീരുന്ന് കൊണ്ട് കളയട്ടെ. ആ കണ്ണീരിനുള്ള കഥ ഞാൻ പറഞ്ഞില്ലല്ലേ? നല്ലൊരു ഓണമല്ലേ, കണ്ട വിലം കിട്ടേക്കുന്ന ഒന്ന് അഴിച്ചു തരാൻ പറ. എടാ ഒന്ന് പറഞ്ഞ മണിക്കൂട്ടോ. പാവല്ലേ? വേണം. കള്ളവുമില്ല സജ്ജിയുമില്ല ചതിയുമില്ലെന്നല്ലേ അത് നീ കാണിച്ചത്. മൊത്തം കൂടെ അങ്ങ് കേറ്റാവൂ. ഒരു ഓണക്കാലമായി വീട്ടിൽ ഒരു അതിഥി വന്നിരിക്കുക. അവരുടെ കയ്യിലെ കെട്ടടിച്ചു കൂടെ.
അവന്റെ കയ്യിലെ കെട്ടടിച്ച് ഇവിടെ. കെട്ടടിക്കാൻ പറ്റത്തില്ല, അവൻ കള്ളനാണ്. ഞാൻ ബലം വെച്ച് കൊണ്ടുവന്നതാണ്. ഞാൻ പറയുന്നത് കേട്ടോടാ. ആ പെട്ടിക്കകത്തെ സ്വർണം വേണോ? അത് വേണം. ആ വേണമെങ്കിൽ കെട്ടടിച്ച് ഇവിടെ. ഞാൻ കഴിച്ചത് പോലും ഇല്ല, അറിയാമോ? ആരും പോലും കഴിക്കാതിരിക്കുന്നത്. ആവശ്യകത ഉണ്ട്, ഇത് വിഷയമാവുക. ഞാൻ സീരിയസ് ആയിട്ട് പറയാം. ഞാൻ പറയുന്നത് മര്യാദയ്ക്ക് കേട്ടോണം, കെട്ടടിച്ച് ഇവിടെ. അയച്ചു വിടും താക്കോലൊന്നും വേണ്ട, താണ്ട ഇങ്ങനെ അങ്ങ് ഉരിയെടുക്കാനേ ഉള്ളൂ. അയ്യോ അത്രേ ഉള്ളൂ. ഞാൻ ഇത് ഇട്ടോണ്ടാണ് ഇത്ര നേരം ഇരുന്നത്. ഇപ്പൊ ഒരു രസമായി. അമ്മൂമ്മ എന്തു മക്കളെ നിക്കറില്ല. എന്റെ മോനെ നിനക്ക് ചേരുവോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഇവരുടെ അപ്പൂപ്പന്റെ ഒരെണ്ണം ഞാൻ എടുത്തോണ്ട് വരാം. അയ്യോ അതല്ലെന്ന് പറഞ്ഞത്. ഇവരെല്ലാം പോയിട്ട് ചാരായം കുടിച്ച് എനിക്ക് ലിക്കർ കിട്ടിയില്ല. നിങ്ങൾ ചുമ്മാ ആവശ്യമില്ല മുത്തശ്ശി, ഞാൻ ആവശ്യമില്ല പറയാൻ തന്നെ. കണ്ണിനിട്ട് കുത്തു ഞാൻ തരും. മര്യാദയ്ക്ക് അവന് 10 കൊടുക്കോളൂ. ഞാൻ കുടിച്ചോളാം. ഒട്ടും വിഷയമാകത്തില്ല. നീ എന്താ പറയുന്നത്? എല്ലാം നിങ്ങൾ ഏറ്റോളണം കേട്ടോ. ഞാൻ സീരിയസ് ആയിട്ട് പറയുക. ഇവിടെ ഓണത്തിന് നമ്മൾ ഇങ്ങനെ ഇരുന്ന അങ്ങനെ പിന്നെ എന്ത് ചെയ്യണം? നമുക്ക് ഒരു ഓണാഘോഷം വെച്ചാൽ ഓണാഘോഷമൊക്കെ വെക്കാം. അതിനു മുമ്പേ നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ മുത്തശ്ശി? ബാബുക്കുട്ടൻ പോയാലും വെട്ടിക്കൊണ്ട് വാ, കഴിക്കാം. എന്തൊരു കൊതിയടാ നിനക്ക്. ഈ വന്നപ്പോ പൊറോട്ട തിന്നല്ലേ, നിനക്ക് ഇപ്പോഴും ആഹാരമാണ്. യവൻ ഇതെന്താ ആമാശം തന്നെടാ ഇത് വെച്ചേക്കണത്. എടാ ഞാൻ പോലീസാണ്. പോലീസൊക്കെ സ്റ്റേഷനിൽ അമ്മൂമ്മയുടെ വീടല്ലേ പറയുന്നത്. അവൻ വീട്ടിൽ വന്ന ഒരു അതിഥിയല്ലയോ, എന്നെ ഞാൻ അടിക്കാൻ പോവാ. ഞാൻ പറഞ്ഞ ഇത് വിഷയമാവെന്ന് പറഞ്ഞ. അമ്മ ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഓണക്കളി വെക്കണം. അത് അവൻ ഭരതനായാലും അത് കറക്റ്റ് കാര്യം. ഓണക്കളി വെച്ചാൽ മതി. അങ്ങനെ വെക്കണം. അങ്ങനെയാണ് ഓണത്തിന് എല്ലാ വീട്ടിലും. വല്ലതും അറിയുന്നുണ്ടോ? ഓണക്കളിയൊക്കെ വെക്കുക. അയ്യോ വന്നങ്ങ് കസേര കളി. കസേര കളി വെക്കാം. ഞാനും വേണ്ടേ? മോനെ ലീഡർ നീ ആയിക്കോണം. ലീഡർ. അമ്മൂമ്മ എങ്ങ വന്നേ മക്കളെ? അമ്മൂമ്മ വേണം ഊതായി. അപ്പൊ ഒരു ഇച്ചിരി ശ്വാസം എന്റെ ഉള്ളിൽ കിടക്കുന്നത് കണ്ടിട്ട് നിനക്ക് പിടിക്കുന്നില്ല. അതല്ലെന്ന്, ഇത് ഊതിയാലും ഇവര് കറങ്ങിയേനെ. എന്നെ കൊണ്ട് വയ്യ. എന്നാ ഞാൻ ഊതാം. എന്താടാ ഇവിടെ മത്സരം കഴിഞ്ഞിട്ടല്ലേ ഇരിക്കണേ. ഇടാ ഞാൻ പോലീസല്ലേടാ. ഇരുന്നോ. അതാ കണ്ടോ, അവൻ രാജാവായി. അപ്പൊ തുടങ്ങാന്നാ? റെഡി. ഓക്കെ, ഇങ്ങോട്ട് കിടങ്ങ്. ഇങ്ങോട്ട് ഇതിലേ കൈയടിച്ചോട്. അമ്മൂമ്മ കൈയടി. അണ്ണൻ കളിക്കുന്നില്ലേ? കൊച്ചു മടി ഇരിക്കുന്നത് കണ്ടില്ലയോടാ നീ? നിങ്ങൾ കൊച്ചിനെ മടി വെച്ചോണ്ടിരുന്നോ? പെണ്ണുമ്പോൾ ആണ്ട വല്ലവനെ മടി കയറി ഇരിക്കുന്നു. ഗായത്രി ആ പൊട്ട എന്തിനു കറങ്ങുവന്നോ എന്തോ. ഈ കളി വേണ്ട, ഈ കളി വേണ്ട. കളി നിർത്ത്. അതില്ല, എന്റെ മടിയിൽ ഇരുന്നില്ല. എന്റെ മടിയിൽ ഇരുന്നോ? എന്റെ മടി ഇരുന്നിട്ടില്ല. അങ്ങനെ വേണ്ട, കളി നിർത്ത്. ആ ബസ്റ്റ് നിനക്ക് ഞാൻ തന്നു പ്രൈസ്. അല്ല ഞാൻ ഇരുന്നില്ല. ഈ കളി വേണ്ട. ഞാൻ പറയാം. ഞാൻ പറയാം. പറ. സുന്ദരിക്ക് പൂട്ട് പുഴുകാം. പൊട്ട് പോക്കാം. നല്ല ഗെയിമാ. ആരെ സുന്ദരി? ഞാനാകാം. കളിക്കില്ല. ഞാൻ ഇന്നലെ പോയി. അയ്യോ എന്നാ പിന്നെ ഞാനാവട്ടെ അമ്മൂമ്മ. അങ്ങനാണെങ്കിൽ ഞാനുണ്ട്. അങ്ങനാണെങ്കിൽ ആദ്യം എനിക്കാ കേട്ടോ. നീ ആദ്യം എങ്ങനെ ആവും? അല്ലെന്ന് പിന്നെ നീ ആദ്യം കുത്തു വന്നേ, ആദ്യം എനിക്കാന്ന്. അയ്യോ അങ്ങനെയാ. അയ്യോ അപ്പൊ ഫസ്റ്റില്ല എന്റെ കണ്ണ് കെട്ടണേ. ഞാൻ രണ്ടാം കെട്ടെ. രണ്ടാം കെട്ട്. നിങ്ങൾ ഇത്രയും നാളെ എന്നോട് അങ്ങനെ പറഞ്ഞില്ല രണ്ടാം കെട്ടാണെന്ന്. നിങ്ങൾ രണ്ടാം കെട്ടാണെങ്കിൽ പിന്നെ എന്നിപ്പോ ഒന്ന് കെട്ടിയത് എന്റെ ഇത്ര രണ്ട് മുറച്ചെറുക്കാർ അവരെ പോലും നോക്കാണ്ട് ഞാൻ നിങ്ങളെ വന്ന് കെട്ടിയത്. രണ്ടുപേരുണ്ട് ഇവിടെ. ഡിവേഴ്സ് പറ്റിയ അവസരം. അതല്ല പറഞ്ഞത്. അവൻ കെട്ടിയില്ല കണ്ണില്. രണ്ടാമത് ഞാൻ കെട്ടുന്നു മുട്ടോടെ. സുന്ദരി അവിടെ കൊണ്ടുവരുത്തോ. സുന്ദരി ഇവിടെ എവനെ കറക്കി ഇവിടെ ആദ്യം. കറങ്ങ. അങ്ങോട്ട് നോക്കി തൊടാൻ പോവാണേ. രണ്ടാമത്തെ പ്രാവശ്യം തന്നെ ആദ്യത്തെ എന്നെ മടിയിൽ ഇരുത്തിയില്ല. ഇപ്പൊ ദേഹത്തൊന്നും തൊട്ടില്ല. ഇനി എന്ന് ഏതോണത്തിനാ? വേറെ എന്തെങ്കിലും കളി വെച്ച് കൊടുക്കാം. ഒളിച്ച് കളിക്കാം. എനിക്ക് ഈ ഒളിച്ച് കളി ഞാൻ ഒളിച്ചിട്ട് വരട്ടെ. എവിടെ? നീ എണ്ണണം. ഞാൻ എണ്ണണമെന്ന് നീ വന്നു കയറിയവനല്ലേ, നിനക്ക് എണ്ണിയാലേ ഞാൻ കുഴപ്പം. നീ എണ്ണ കുറ്റി ഇതെല്ലാം വെച്ചു. 1 2 3 ദൈവം എന്തോ കഷ്ടോലാന്ന് പറ. 3 4 5 7 8 9 ഇങ്ങോട്ട് വരണ്ടായിരുന്നു സത്യം. 15 മാമന്റെ 16 പോലും മാമന്റെ വീട്ടിൽ പോകണ്ടായിരുന്നു. 19 20 കിങ്ങിന്റെ മൂട്ടി നിൽക്കുന്നവരെല്ലാരും സാറ്റേ. കുഞ്ഞിനെ കൊണ്ട് പോയി ഒളിച്ചില്ലയോ? ഗായത്രി എവിടെ ഇരിക്കുന്നെന്ന് പറ. അവന്മാരെ കണ്ടുപിടിക്കാൻ പോയി. അവൾ ഇരിക്കുന്നതിന്റെ അപ്പുറം ഇപ്പുറം കാണും അവന്മാര്. അത് പറ. ഗായത്രി ഇരിക്കുന്നത് പറ. എനിക്കറിയത്തില്ല, അവിടെ കാണാൻ പോയി നോക്കാം.
10 പോയേ ഞാൻ അടിച്ചിട്ടുണ്ട്. ഓക്കെ, ആരാ പാവക്കുട്ടെ? ബാബുക്കുട്ടൻ എന്തുണ്ടത് ആ ഭാഗത്താണ് വിളിച്ചിരിക്കുന്നത്, ഞാൻ കണ്ടു. അവിടെ പോയി നോക്ക്. അയ്യോ, അതും പറ്റിച്ച്. നമ്മള് ടീമാ. ഗായത്രി എവിടെ ഇരിക്കുന്നേ? ഗായത്രി ദാണ്ട ആ ഭാഗത്താ വിളിച്ചിരിക്കുന്നത്. ഇല്ല, ഈ ഭാഗത്താ വിളിച്ചിരിക്കുന്നത്. ഇവിടെ എവിടെയെങ്കിലും തീരുമാനം. ഈ ഭാഗം എന്നെ പറ്റിക്കാൻ എനിക്കറിയാം. പാടാ ഇവള് തന്നെ പറ്റിച്ച്. അപ്പൊ ഇനി എന്തൊക്കെ എന്നെ അറിയാം, ഇനി ഒരു ചേഞ്ച് ഉണ്ട്. ഇനി നീ തന്നെ എണ്ണം, അത് 1500 എണ്ണം. ഓടിക്കവാ. ഞാനാ ജയിച്ചത് ഇപ്രാവശ്യം. ഞാനാ ഫസ്റ്റ് കൂടെ ഒന്ന് സാറ്റ് അടിച്ചത്. എന്നെ കൊണ്ട് പഠിത്തം ഞാൻ എണ്ണത്തില്ല. ആ കളി വേണ്ട. അല്ലെന്ന് ഞാൻ പറഞ്ഞോട്ടെ, ഇവിടെ ഞാൻ ജയിച്ചു. ഇനി നമുക്ക് വല്ല ആഹാരം നിർത്തന്നെ, കളികളൊക്കെ മതി കേട്ടോ. പക്ഷെ കളി കയറുന്നില്ല, ഒരുത്തം വരാനുണ്ട്. ഒരുത്തം സാറ്റടിക്കാനുണ്ടെന്ന്. നമ്മളെല്ലാരും അടിച്ചില്ല. നീ വിളിച്ചോണ്ട് വന്ന കള്ളനെ എവിടാടാ? എന്റെ മോൻ വന്നില്ല. ആ കൊള്ളാം, ഞാൻ പെണ്ണുമ്പളെ നോക്കും, നിന്റെ കളറെ നോക്കി. എന്റെ ജോലി മുത്തശ്ശി ഈ കള്ളക്കളവിയാണ്. അവന്റെ വിലങ്ങ് അഴിച്ചു വിട്ട് ഇത് മൊത്തം കുളമായി. ഞാൻ ഈ പ്രതിക്ക് പകരം ഇനി ആരെ കൊണ്ടുവന്നു പോകും? ജോയി ആരാ നിന്റെ? അയ്യോ ഇപ്പൊ പോയെന്ന്. അയ്യോ ജോലി പോവെന്നാ പറഞ്ഞു. അയ്യോ, ആ സ്വർണ്ണക്കിണ്ടിയും സ്വർണ്ണ തളികയിരുന്ന പെട്ടി കാണാനില്ല. അവനോട്ട് പോയതാ. സമാധാനായല്ലോ. നിന്നെ ഞാൻ കൊല്ലും. ഞാൻ എന്നെ എന്തിനാ കൊല്ലുന്നേ? നിന്നെ കൊല്ലും. നീ അല്ലേ അവനെ കൊണ്ടുവന്നത്? ഈടാ എന്റെ ജോലി പോയിട്ടിരിക്കുമ്പോ എന്നെ ടെൻഷൻ അടിപ്പിക്കല്ലേ. ഇവിടെ നിൽക്കണ്ട. പോയി, എല്ലാം പോയി, പെട്ടിയും പോയി. ആ സെറ്റും ഉണ്ടെങ്കിൽ തന്നേര്. എനിക്ക് എന്റെ വെല്ലുമിക്ക് വേറെ ഈ വയസ്സങ്ങാലത്തെ ഇവിടെ ഇരുന്ന് ഈ കുശുമും കുന്നായ്മ പറയണ നേരത്തെ നാരായണ അറിയാമോ? സെറ്റുമുണ്ടെങ്കിൽ നീ എന്റെ കൊച്ചുമോള് തന്നെയാണോടി? മോനെ, നിനക്കൊന്നും എടുക്കാനില്ലയോ? ഞാൻ തന്നില്ലല്ലോ. എനിക്കറിയായിരുന്നു അവസാനം എങ്ങനെ വരുള്ളൂ, അതുകൊണ്ട് ഒന്നാ തരാത്ത. അതെ ശരി. കണ്ടോ, എന്റെ കൈയും കൊണ്ട് ഞാൻ ചോറ് വിളമ്പി കൊടുത്തതാ. അവൻ പറ്റിക്കത്തില്ലെന്ന് എനിക്കറിയാം. തേങ്ങ ഇതിന്റെ അകത്ത് എന്തുണ്ടെന്നാ പറഞ്ഞേ? ഇതിനകത്ത് അപ്പൂപ്പന്റെ കിണ്ടിയും സ്വർണ്ണമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൂപ്പന്റെ ഒരു കിണ്ടി ഇതിന്റെ അകത്തില്ല. ഭയങ്കര പറ്റില്ല. അതിന്റെ അകത്ത് ഒരു കുന്തവും ഇല്ല. എടാ, എനിക്കറിയാം ആ പെട്ടി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നീയൊക്കെ അടിച്ചു മാറ്റുമെന്ന് അറിയാം. അതുകൊണ്ട് ഞാൻ ഈ സ്വർണ്ണ കിണ്ടിയും കുന്തം എല്ലാം കൂടെ ഞാൻ വേറൊരു പെട്ടിക്കകത്താക്കി അലമാരിക്കകത്ത് പൂട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ സെറ്റുമുണ്ട്, ഞാൻ കൊണ്ടുപോകത്തില്ല. ഞാൻ ഇപ്പൊ വരാട്ടോ. നീ എവിടെ പോടാ? ഒരു പഴയ ടി വി വീട്ടിലിരിക്കുന്ന അതെടുത്തോണ്ട് വരായിരുന്നു. ഓണാകത്തെ ടി വിയിൽ എനിക്ക് വേണ്ടത്. വേണ്ടെങ്കിൽ വേണ്ട ഒരു കാര്യം ചെയ്യും, ആ പെട്ടി എടുത്ത് നമുക്ക് അങ്ങ് വീതിക്കും. അത് ശരി, ഞാൻ വീതിക്കാം. അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. ആ ഒരു പെട്ടിയുടെ പേര് പറഞ്ഞല്ലോ എല്ലാ വർഷവും നിങ്ങൾ ഇവിടെ ഓണത്തിന് കയറി ഇറങ്ങുന്നത്. പക്ഷെ ആ പെട്ടി പൊട്ടിക്കുന്നത് അടുത്ത വർഷം. ഇപ്പൊ പൊട്ടിക്കുന്നില്ല. അതെന്താ പൊട്ടിക്കാത്തെ? ഒന്നാം ഓണം പൊന്നോണം, വന്നവരെല്ലാം തിന്നോണം, തിന്നവരെല്ലാം പൊക്കോണം. എങ്ങനെ പൊക്കോണമല്ല, ഈ കള്ളക്കളവി വിളിച്ച് പറ്റിച്ചതാണ്. കൊച്ചിന്റെ പേരും പറഞ്ഞു തിന്നോരെല്ലാം പൊക്കോണമെന്നല്ലയോ പറഞ്ഞ്? ഞാനൊന്നും തിന്നില്ല. ഹലോ, രാമോജിറാവു ഫിലിം സിറ്റി സ്പീക്കിംഗ്. രാജാറാം മോഹൻ റയ്യോ, രാംരാജ് ബനിയൻ തോട്ടി. എന്തോന്നാണ് പറയുന്നത്? അതാണ് ഞാൻ. അതിന് എന്നെ വിളിച്ചേ? നിങ്ങളുടെ കുട്ടി ഇപ്പോൾ എന്റെ കസ്റ്റഡിയിലാണ്. എന്റെ സുഹൃത്തെ, എനിക്ക് കുട്ടികളില്ല. ഇതുവരെ കുട്ടികളില്ലേ? ഇല്ല. എന്നാ ഞാൻ ഡോക്ടറുടെ നമ്പർ തരാം. അയ്യോ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. എന്നൊരു ബ്രോക്കറുടെ നമ്പർ കൂടെ തരാം. ഇയാൾ എന്തോടെ ഈ വിളിച്ച് പറയുന്നത്? എനിക്ക് കല്യാണം കഴിച്ചിട്ടില്ല, കുട്ടികളും ഇല്ല. നിന്റെ അച്ഛൻ കല്യാണം കഴിച്ചിട്ടില്ല? മിസ്റ്റർ ഈ രാമോജി, അത് വേണ്ട. നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കുട്ടി ഇപ്പൊ എന്റെ കസ്റ്റഡിയിലുണ്ട്. ഇയാൾക്ക് തലക്ക് വല്ല ഓളോട്ടോ വെച്ചിട്ട് പോടാ മനുഷ്യനെ മെനക്കെടുത്തത്. എടാ ചെറുക്ക, നീ രാവിലെ തൊട്ട് 36ാമത്തെ റോങ് നമ്പർ തന്നെ എന്നെ തെരഞ്ഞെടുപ്പിക്കണം കേട്ടോ. എടാ, കറക്റ്റ് നമ്പർ വേണം. അപ്പച്ചന്റെ നമ്പർ പറഞ്ഞാ. അയ്യോ, അതായിരുന്നാ? പിന്നല്ലാതെ. പിന്നെ അത് ഇത്തിരി നേരത്തെ പറയണ്ടേ? ഞാൻ എപ്പോഴേ തന്നേനെ. 92 94 46 52 88 0. ബെല്ലുണ്ട്. പറ. സ്പീക്കിംഗ്. അതാണ്. 2 വലിയ പാക്കറ്റും 3 ചെറിയ പാക്കറ്റും.
2 വലിയ പാക്കറ്റ് 3 ചെറിയ പാക്കറ്റോ അതിനതാ അച്ചപ്പം അച്ചപ്പോ ഞാൻ അച്ചപ്പന്റെ നമ്പർ തരാൻ പറഞ്ഞു. അച്ചപ്പല്ല അപ്പച്ചന്റെ നിന്റെ അപ്പച്ചന്റെ നമ്പർ തരാനാ പറഞ്ഞത്. എന്ത് തരാൻ പറഞ്ഞാൽ അപ്പച്ചനൊന്നും ഇപ്പൊ വിളിച്ചാൽ എടുക്കത്തൊന്നുമില്ല. എനിക്ക് ഇപ്പൊ വിശക്കുന്നു. എനിക്ക് പിസ വല്ലോ മനസ്സിലാ കാര്യം പറഞ്ഞ ഉള്ളത് പറയാലോ. ശരി, പൈസയുടെ ടൈറ്റ് വന്നപ്പോ ഈ ചെറുക്കനെ ഞാൻ തട്ടിക്കൊണ്ട് വന്ന കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടെന്ന്. ഇവനും കാരണം ഇപ്പൊ എനിക്ക് കടം കയറി നാട്ടിൽ ഇറങ്ങാൻ ബേക്കറിക്കാർ കണ്ട എന്നെ പൊക്കും. അത് കൂട്ട് പലഹാരം തീറ്റ ഇവൻ. സത്യത്തിൽ നീ എന്നെ കിഡ്നാപ്പ് ചെയ്തേക്കണോ അത് ഞാൻ നിന്നെ കിഡ്നാപ്പ് ചെയ്തേക്കണോ? എനിക്ക് ഡൗട്ടാണ് ഇപ്പം. എനിക്ക് പിസ വേണം. പിസ വാ തുറന്നാ പിസ കേക്ക് പലഹാരം മാത്രം. അയ്യോ, ഇവനെ കൊണ്ട് തട്ടിക്കൊണ്ട് ഒറ്റ ഗുണേ ഉള്ളൂ. എന്റെ പേര് അവൻ തെറ്റാതെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഗുണമുണ്ട്. അമ്മച്ചി ആ പെട്ടിങ് എന്നേക്ക് ഇത്തിരി ഇല്ലാത്ത കുഞ്ഞിനെ പുറത്ത് നോക്കിയാൽ അമ്മച്ചിന്ന് വിളിക്കുന്നത്. ഞാൻ ഓണായി. ഇത്ര നേരം ഓഫായിരുന്നു. ഓണായി ഓണായി എന്നല്ല പറഞ്ഞത്. ഞാൻ ഖോനായി, ജോൺ ഖോനായി. കൂളിംഗ് ഗ്ലാസ് കൊണ്ട് അറിയാൻ പാടില്ലേ? ഓനായി എണ്ണ ഇറങ്ങിയത്. ഒരു കൈയിൽ എണ്ണയും അപ്പൊ മറ്റേ കൈ പപ്പടം ആയിരിക്കും. ഒരു കൈ എണ്ണയാണെങ്കിൽ മറ്റേ കൈ പപ്പടം. ഓണത്തിന് കാച്ചാലോ. ഓണത്തിന് പപ്പടം കാച്ചിന് എണ്ണയുടെ കാര്യമല്ല പറഞ്ഞത്. ഒരു കയ്യിൽ എണ്ണയും ഓക്കെ അല്ലേ? മറു കയ്യിൽ ആൻഡ്രൂസിനും ചേർത്ത് പിടിച്ച് അമ്മച്ചി ഒരു കഥ പറഞ്ഞു തരാറുണ്ട്. നിധി കാക്കുന്ന ഭൂതത്താന്റെ കഥ. ഓനതിനെ കാണുമ്പോ ചോദിക്കണം എന്ന് വെച്ചിരിക്കുന്നു. എന്നായിരുന്നു ഈ അമ്മച്ചി പറഞ്ഞ നിധി കാക്കുന്ന ഭൂതത്തിന്റെ കഥ അതൊന്ന് പറഞ്ഞു തരാമോ? എനിക്ക് വേണ്ടിയില്ല, കൊച്ചിനൊരു എന്റർടൈൻമെന്റ്. ഭൂതത്താന്റെ കഥയാണ് പറഞ്ഞു കൊടുക്കുന്നത്. പറഞ്ഞോട് പിള്ളേർക്ക് വല്ല മിഠായ ബിസ്ക്കറ്റ് വല്ല മേടിച്ചു കൊടുക്കില്ലേ? പപ്സ് മേടിച്ചു കൊടുക്കേ. താൻ എന്തൊക്കെ പറഞ്ഞത്? അവന് ചുമ്മാ കൊച്ചിനെ പറഞ്ഞ് ഇറക്കൽ കിട്ടണം. മിഠായി മേടിച്ചു കൊടുക്കുക. നീ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിനക്ക് അങ്കിൾ മേടിച്ചു തരും. നിനക്ക് ചോദിക്കണ സാധനം അങ്കിൾ മേടിച്ചു തരും. എന്നാ പിന്നെ ഞാൻ ലിസ്റ്റ് പറയാം. സാൻഡ്വിച്ച്, ബർഗർ, പിസ്സ, പിന്നെ 2 ജിലേബി, 2 ഓർസൻ വിത്ത് ഡബിൾ ഓഫ് ഷേക്ക് വിത്ത് വാനില, ചോക്ലേറ്റ് ആൻഡ് സ്ട്രോബെറി, പുട്ട് ഐസ്ക്രീം, ഡബിൾ ഓഫ് ചിക്കൻ പപ്സ്, സാൻഡ്വിച്ച് റോൾ, ചിക്കൻ ചില്ലി ചിക്കൻ റോൾ, എവറിത്തിങ് ലൈക്ക് ദാറ്റ്. ഈ ലിസ്റ്റ് പറഞ്ഞപ്പോ ഒരു കാര്യം പറയാം, മോൻ മറന്നുപോയി. ശ്വാസം എടുക്കാൻ മറന്നുപോയി. എവിടുന്നാണ് ഈ സാധനം കൊണ്ടുവന്നത്? ചെറുത് നിങ്ങൾക്കറിയാവോ? ഇവനെ കാരണം എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ മേലാത്ത അവസ്ഥയെന്നറിയാം. അത് കൂട്ട് കടം മേടിച്ചു ബേക്കറിക്കാരെ എന്നെ കണ്ടാ പിടിച്ചിട്ട് പോകുന്നു. അത് കൂട്ട് പലകാരം തെറ്റിവൻ സംഭവം ഇവിടെ ഞാനിവിടെ വന്നതിന് മെയിൻ ആയിട്ട് ഒരു കാര്യമുണ്ട്. എന്റെ ഒരു പെട്ടി കാണാതെ പോയി. അപ്പൊ ആ പെട്ടി ഒന്ന് കണ്ടുപിടിക്കണം, അതിനു വേണ്ടി വന്നാണ്. ആണോ? ഞാനും എന്താണെന്നറിയോ, ഒരു കുട്ടിയുണ്ട് ഇവൻ, ഞാൻ കിഡ്നാപ്പ് ചെയ്തതാ. ഇവനെ കൊടുത്തിട്ട് കുറച്ച് പൈസ എനിക്ക് വാങ്ങിക്കണം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യേ, പെട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾ എന്നെ സഹായിക്കുകയാണെങ്കിൽ കുട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾ ഞാനും സഹായിക്കാം. ഞാൻ സഹായിക്കാം. അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാം. ആയിക്കോട്ടെ. ഇവിടെ കാണുമോമാര് മ്യൂസിക് ഇല്ല, ചമ്മി പോവാണ് കോനായി. നിങ്ങളല്ലേ മഹാദേവൻ? മഹാഭാവി അതൊരു സ്ത്രീയല്ലേ? അവിടെ പോട്ട് മഹാദേവൻ എന്ന് പറഞ്ഞ പുരുഷനാണ്. ഓ, അത് പറയണ്ട. ഞാൻ കണ്ടുപിടിക്കുന്നു. തിരക്ക് ഞാൻ തന്നെ നോക്കിയാൽ കിട്ടുമോ? നിങ്ങൾ കൂടെ അന്വേഷിക്കും. സത്യം പറ, നീയല്ലേ മഹാദേവൻ? സത്യമായിട്ട് ഞാനല്ല. അല്ലേ? അല്ല, അമ്മച്ചിയാണ്. മഹാദേവൻ അല്ലെന്നാ പറയണ. അല്ലേ? മഹാദേവനെ കണ്ടുപിടിക്കാൻ ഒറ്റ വഴിയുള്ളൂ. എന്താണ്? നമുക്ക് ശ്രമിച്ചു നോക്കാം. ആ പിടി. ഏകാന്ത ചന്ദ്രിക തേടുന്നതെന്തിനോ? മഹാദേവൻ. അതാണ് മഹാദേവൻ. ഇതാ അത് മഹാദേവനൊന്നുമല്ല. പിന്നെ ആരാണ്? അത് ഗോപാലകൃഷ്ണൻ. അല്ലെന്ന് മഹാദേവനാണത്. ഇത് ഗോപാലകൃഷ്ണൻ എനിക്കറിയാം. ഇത് മഹാദേവനാണ്. അല്ലെന്ന് ഗോപാലകൃഷ്ണൻ. ഈ പുള്ളി ഒറ്റക്കല്ല, ഒരു മത്തായത്തിന് ഒരു ബാലകൃഷ്ണൻ പുള്ളിയുടെ കൂടെ ഉണ്ട്. എനിക്കറിയാം. എന്താ ഈ പറയുന്നത്? സത്യം പറ, നിങ്ങൾ മഹാദേവനല്ലേ? ഞാൻ മഹാദേവനാണ്. കണ്ടോ കണ്ടോ? സത്യം പറ, നിങ്ങൾ ഗോപാലകൃഷ്ണൻ അല്ലേ? ഞാൻ ഗോപാലകൃഷ്ണൻ. കണ്ടോ? അതെന്നോ ഭർത്താവാണ് ഈ പറഞ്ഞത്. നിങ്ങൾ മഹാദേവനാണോ അല്ലയോ? അല്ല, ഞാൻ മഹാദേവനാ. കണ്ടോ? ഗോപാലകൃഷ്ണൻ അല്ലേ? ഞാൻ ഗോപാലകൃഷ്ണൻ. ഗോപാലകൃഷ്ണനാണ്. സത്യം പറ, സത്യത്തിൽ നിങ്ങൾ ആരാ? പറ, മഹാദേവനല്ലേ? ഞാൻ മഹാദേവനുമാണ്, ഗോപാലകൃഷ്ണനുമാണ്. 2 വർഷം നിങ്ങൾ ചെയ്യാൻ എന്നെ കമലഹാസനാണോ? ഒന്നും വിഷമിക്കണ്ട ഹോനായി, ഒരു മാർഗമുണ്ട്. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അന്വേഷിക്കുന്ന പെട്ടി ഞാൻ കാണിച്ചു തരാം. ചേച്ചിക്കറിയാവോ? അറിയാം. ചേച്ചിക്കറിയാം? അറിയാം. പറ. അത് ആരുടെ കയ്യിലാണെന്ന് എവിടെ ഇരിക്കുന്നെന്ന് എനിക്കറിയാം. ആണോ? പക്ഷെ എനിക്ക് ഈ കണ്ണാടി കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഒരു വീക്ക്നെസ്സാ. ഓനായിടെ കണ്ണാടി അടിച്ചു തരാമോ? കണ്ണാടി കൊടുക്കാൻ പെട്ടി കിട്ടണ്ടേ? കണ്ണാടി നല്ല കാണിച്ചു തരട്ടെ? അതുകൊണ്ട് ഇങ്ങറ്റത്ത് വെള്ള ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് ഇരിപ്പുണ്ട്. മണി
മണിക്കുട്ടനാണ്. മണിക്കുട്ടൻ ചേച്ചി നേരാ കട്ടത്. ആ പയ്യൻ അവിടെ നിന്ന് എടുത്തോണ്ട് അപ്പുറത്തോട്ട് പോയി എൻ്റെ അടിയിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാൻ. മിസ്റ്റർ മണിക്കുട്ടൻ, ആ പെട്ടി എനിക്ക് നിങ്ങൾ തിരിച്ചു തന്നെ. ഓനായി മണിക്കുട്ടൻ അവിടെ അല്ല, ഇപ്പുറത്ത്. അപ്പുറത്താണ് മണിക്കുട്ടൻ. അപ്പുറത്താണ്. മിസ്റ്റർ മണിക്കുട്ടൻ, ആ പെട്ടി എനിക്ക് തിരിച്ചു തന്നെ. തലക്ക് വലിവില്ലേ? എടോ മണിക്കുട്ടൻ ഇപ്പുറത്താണ്. അപ്പുറത്താണോ? ആ മിസ്റ്റർ മണിക്കുട്ടൻ, ആ പെട്ടി എനിക്ക് നിങ്ങൾ തിരിച്ചു തന്നെ. പറ്റി നിനക്കിപ്പോ പെട്ടിയല്ല വേണ്ടത്, പിന്നെ നല്ലൊരു പവർ ഗ്ലാസ്സാ. എന്നെ പൊന്നി വെച്ചാൽ കൂടി കണ്ണ് കാണാൻ പോലെ എല്ലാത്തിനും വെടിവെച്ചു. അങ്ങനെ ചെറിയ വിഷയമുണ്ട്. എല്ലാം ഞാൻ പറഞ്ഞില്ല, ക്ലാസ് പോയി കഴിഞ്ഞാൽ എന്റെ ഫിഗർ ഔട്ട് ആവും. അല്ല കറക്റ്റാ. ഞാൻ ഗ്ലാസ് കൊണ്ട് കൊടുക്കുകയും ചെയ്ത് തിരിച്ച് മേടിച്ചോണ്ട് വരികയും ചെയ്ത്. പെട്ടി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് 5 പിസ വാങ്ങിച്ചു തരണം. ഇവിടെ ഇപ്പം പിസന്ന് വിട്ടിട്ടില്ല ഇപ്പോഴും. പിസന്നേ പറയുള്ളൂ. ഇതിപ്പോ എവിടെയാണ് ഈ പുള്ളി ഇരിക്കണത്? എവിടെയാണ് മഹാദേവൻ? എവിടെയാണ്? അത് ഗോപാലകൃഷ്ണനാണ്, എനിക്ക് ഉറപ്പാത്. എന്റെ പൊന്നു സുഹൃത്ത്, അത് എനിക്ക് ഉറപ്പാണ്, അത് മഹാദേവനാണ്. മഹാദേവനും ഗോപാലകൃഷ്ണനും ഒന്നും അല്ല, അത് മുകേഷ് ഏട്ടനാ. അതൊക്കെ അവര് അഭിനയിച്ച പടത്തിലെ ക്യാരക്ടർ പേരല്ലേ? ആണോ? പിന്നെ അല്ലാതെ അല്ല, ഇതാ നമ്മളാരാന്ന് മനസ്സിലായില്ല. ചെറിയ ഡിറ്റോ ഫിഗർ കണ്ടിട്ട് ചോദിക്കുവാ ഞാൻ ആരാന്ന്. ജോൺ ഖോനായി. അതാണ് ഞാനാണെന്ന് മനസ്സിലായോ? ഇല്ല ഇല്ല പറയോടാ. അതാണ് ഇതും ഡിറ്റോയ. ഇതും ഡിറ്റോയ. അവിടെ ഒന്ന് നിൽക്കാമോ? അങ്ങോട്ട് മാറി രണ്ടുപേരും ചേർന്നിക്കും. എന്നായിരുന്നു? അല്ല, ഒരു സജഷൻ പറയട്ടെ. ജോൺ ഹോനായുടെ ഡിറ്റോ ഫിഗർ ചെയ്യാൻ കറക്റ്റ് ഇങ്ങേരാണ്. അതെ, ഇവനാ പക്ക കറക്റ്റ്. എനിക്കത് മനസ്സിൽ തോന്നി. എന്നോട് ഞാൻ രാവിലെ പറഞ്ഞാണോ ഞാൻ കോനായിയാണ്? ആണോ? ആണോ? ഞാൻ കറക്റ്റ് കണ്ടപ്പോ പറഞ്ഞു കേട്ടോ, ഞാൻ ഡിറ്റോ കോനായി വന്നേക്കണ കണ്ടല്ലോ. ഞാൻ കോനായി എന്ന് രാവിലെ പറഞ്ഞ. എന്നാൽ ഇവന് തന്നെ കോനായിയാണ്. കോനായിയോട് ഇത്രയും കൊതിയുള്ള ഒരു മനുഷ്യൻ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടു. കോനായി കൊതിയൻ പറഞ്ഞതാണ്. നിനക്ക് ഫിഗറും ഇല്ല, നിനക്ക് വോയിസും ഇല്ല. പിന്നെ ഇയാൾക്ക് പിന്നെ ഭയങ്കര ഫിഗർ ഉണ്ട്. ഈ പരിപാടി കൊണ്ട് നിനക്കേ ഗുണമുണ്ടല്ലോ, പലഹാരം അടിക്കാമല്ലോ. ഞങ്ങൾക്ക് അതുപോലും ഇല്ല, അറിയാവോ? അവൻ പിസ ചമ്മി നിൽക്കുന്ന സമയത്ത് ആദ്യം വന്നപ്പോഴുള്ള മ്യൂസിക് നിട്ടാർന്നി പോവാറുന്നു. ഇവരിവിടെ കിടന്ന് ചെയ്യത്തില്ലേ? പെട്ടെന്ന് എനിക്ക് പിസ വാങ്ങിച്ചു തന്നോളൂ. ഇതിലേ പോ. ചേട്ടാ, നമ്മൾ നമ്മുടെ ചീഫ് ഗസ്റ്റുകളെ ആക്ച്വലി ശബ്ദം കൊണ്ട് ഞെട്ടിച്ചു. ഇനി അതുക്കും മേലെ ഒരു ഫിഗർ കൊണ്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഞെട്ടിച്ചാലോ? ഡിറ്റോ ആളെ കൊണ്ടുവന്നാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അടിപൊളിയായിരിക്കും. ഞെട്ടാൻ റെഡിയാണോ? എന്നാ കണ്ടോ, നല്ലൊരു ഉഗ്രൻ ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ലെറ്റ്സ് വെൽക്കം സുരേഷ് വെളിനാട് ചേട്ടൻ. വെറുതെ മനസ്സേ പാവം വഴിയിൽ ചെക്കയുണരും വാലുവിറയും പക്ഷി പറയും ഭൂമി നീ അടിമുടി കുലുങ്ങുമൻ കുറുവല നനങ്ങും. പൊന്നം മറന്നു തെന്നിപ്പറന്ന പൊന്നും കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്ത് കരളിനകത്തു ചില്ലിട്ടടച്ചതല്ലേ. ഒരു വലിയ കൈയടി. മുകേഷ് ചേട്ടാന്ന് വിളിക്കട്ടെ? എന്ത് വേണേ വിളിച്ചു. എനിക്ക് ഒന്ന് രണ്ട് സംശയങ്ങൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പിന്നെ ചേട്ടനിലൊരു മുകേഷ് ചേട്ടൻ്റെ ഒരു ഫിഗർ ഉണ്ട്, ലൈക്ക് അങ്ങനെ ഒരു ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തി അങ്ങനെ ആയതാണോ, അതോ മാനറിസം കൊണ്ട് നമ്മളെ അങ്ങനെ തോന്നിപ്പിക്കുന്നതാണോ? എല്ലാം ഉണ്ട്. നമ്മളിപ്പോൾ മിമിക്രി ആർട്ടിസ്റ്റുകളാണല്ലോ, അപ്പോൾ ഏത് ഫിഗറാണ് ചെയ്താലാണ് രക്ഷപ്പെടുന്നത്, അല്ലെ എന്ത് കിട്ടിയാലാണ് രക്ഷപ്പെടുന്നതൊക്കെ നോക്കുന്ന സമയത്താണ് എൻ്റെ സുഹൃത്തുക്കൾ പലരും പറഞ്ഞു, മുകേഷിനെ ഒന്ന് ചെയ്ത് നോക്ക്, നന്നായിരിക്കും. ഒരു ഛായയുണ്ട്. അതെ, അതുകൊണ്ടായിരിക്കും അവർ അങ്ങനെ പയ്യെ ചെയ്ത് തുടങ്ങിയാണ്. പിന്നെ അദ്ദേഹത്തെ മാനരസങ്ങളൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി, വോയിസ് അങ്ങനെ മുകേഷനായി മാറിയതാണ്. എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മുകേഷനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ടിപ്പുകൾ, ചെറിയ ടിപ്പുകൾ വേണ്ടിയിട്ടുള്ള ടിപ്പുകൾ. ചിലപ്പോ പിന്നെ മുകേഷനെ അനുകരിക്കണം എന്ന് ആഗ്രഹമുള്ള ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാലോ? പറഞ്ഞുതരാം. അത് എനിക്ക് പാരയാകത്തില്ല. പാറ്റയും എഴുതാത്ത രീതിയിൽ പിള്ളേർ വളർന്നു വരട്ടെ. അതെ, വളർന്നു വരട്ടെ. ഞാൻ ഒന്ന് രണ്ട് ടിപ്പുകൾ കാണിക്കാം. അതായത് പുള്ളി ഒന്ന് പിടിക്കോ, മൈക്ക് ഒന്ന് പിടിക്കോ? യെസ്, ഓഫ് കോഴ്സ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഞാൻ കൂടുതൽ ചെയ്യുന്ന ഒരു ഫേസ് കണ്ടല്ലോ, ഇങ്ങനെ പിടിക്കുക. പിന്നെ അദ്ദേഹം ആകാൻ വേണ്ടിയിട്ടുള്ള ഒന്ന് രണ്ട് കൈ കൊണ്ടുള്ള ഒന്ന് രണ്ട് സംഭവങ്ങളുണ്ട്. ഒന്ന്
ഗ്ലാസ് കഴുക്ക്, 2 ചുവരെഴുത്ത്, 2 പിടിച്ച ഏകദേശം മുകേഷ്. ഗ്ലാസ് കഴുകും ചുവരെഴുത്തും. അത് കാണിക്കുന്നേ. ഈ ഫേസ് പിടിച്ചല്ലോ, 2 കൂടെ ഞാനിപ്പോൾ കാണിച്ചു തരാം, കണ്ടോണം. ഗ്ലാസ് വെച്ചു, ഈ ഗ്ലാസ് കഴുക്ക്, അതായത് ദേ കണ്ടാ ഗ്ലാസ് ഇങ്ങനെ കഴുകണം. ഓക്കെ, ഇപ്പോൾ ആക്ഷനിലുള്ളതാണ്. ചുവരെഴുത്ത്. ഇനി ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഒന്നിച്ച് കാണിച്ചു, പാട്ടൊന്നും ഇട്ട് ഒന്നിച്ച് കാണിച്ചു. ഓക്കെ, ചെറിയൊരു മ്യൂസിക്. അടിപൊളി. ചെറിയ ഗ്യാപ്പിൽ നമുക്ക് 2 ടിപ്പ് കിട്ടി. അതെ, ഒരു സ്പെഷ്യൽ ഐറ്റം കയ്യിലുണ്ടെന്ന് അറിഞ്ഞു. സ്പെഷ്യൽ ഐറ്റം ഇതൊക്കെയാണ്. പിന്നെ വോയിസ് ചെയ്യും, പിന്നെന്താ പറയാ, അപ്പൊ അദ്ദേഹത്തെ പിന്നെ എന്നോട് രഹസ്യത്തിൽ പറഞ്ഞ ഐറ്റം അതാണ് കേൾക്കുന്നത്. വേറെ ആരും ഇതുവരെ ചെയ്തിട്ടില്ല. അതെന്താ രഹസ്യം അറിയേണ്ടത്? എല്ലാവരും ഫിഗർ ചെയ്യും, ഇതുപോലെയൊക്കെ ചെയ്യും. പക്ഷെ ചേട്ടന്റെ കയ്യിൽ മാത്രമുള്ള ഒരു സ്പെഷ്യൽ എയ്ഡ്. ശരിക്കും പറഞ്ഞ നമ്മളെല്ലാരും ഉറങ്ങുമ്പോൾ കൂർക്കം വലിക്കും. മിക്കവാറും ജീവ എങ്ങനെയാണ് കൂർക്കം വലിക്കുന്നത്? ആണ്. മുകേഷ് ചേട്ടൻ കൂർക്കം വലിക്കുന്നത് കേൾക്കണോ? മുകേഷ് ചേട്ടൻ കൂർക്കം വലിക്കുന്നത് ഇങ്ങനെ ആയിരിക്കാം. ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഇങ്ങനെ ആയിരിക്കാം. ജാമ്യം ഇങ്ങനെ ആയിരിക്കാം. ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കാം. ഒരു നല്ല കാര്യം. പിന്നെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ആ ഒരു ഞാൻ ഒരു 2 രീതിയിലുള്ള ഇത് ചെയ്യാൻ പറ്റും. ഞാൻ സാധാരണ സ്റ്റേജിൽ മുകേഷ് എന്നെ ഇമിറ്റേറ്റ് ചെയ്യുന്ന വോയിസ് ഞാനിപ്പോൾ ചെയ്യാം. ചെളവാക്കല്ലേ അളിയ, പോകണ പെണ്ണിനെ കണ്ട 10 ദിവസത്തിനകം ലെവളെ ഞാൻ ലൈൻ വലിക്കട്ടെ, എന്നോട് വലിക്കാൻ പറഞ്ഞിട്ട് അളിയം കേറി വലിക്കല്ലേ. ഒരു ചെറിയ പൂച്ചക്കുട്ടി ഇവിടുത്തെയാണോ? ഇവിടുത്തെ അല്ലല്ലേ അളിയ, നീ പുട്ടുണ്ടാക്ക. ജീവ, എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ, അന്തസ് വേണം ഇവിടെ, അന്തസ്. ഒരു നല്ല കൈയടി. പിന്നെ മുകേഷന്റെ ഈ ഗോഡ് ഫാദർ സിനിമയിൽ ഒരു എൻട്രി സീനുണ്ട്, പിള്ള സാറുമായിട്ടുള്ള ഒരു ഫോൺ വിളി. അത് ഞാൻ ചെയ്തു നോക്കാം. യെസ്, രാമോദരൻ ഹിയർ. നീ എന്താ ഇന്ന് ക്ലാസ്സിൽ പോയില്ലേ? പോയിട്ട് വന്നിട്ട് വീണ്ടും പോകാനായിട്ട് പോയിട്ട് അപ്പോഴാണ് അച്ഛൻ്റെ ഫോൺ വന്നിട്ട് മതിയടാ പോയില്ല, ഉച്ചയ്ക്ക് വെക്കോളാം. വേണ്ട, നീ ഇങ്ങോട്ട് പോന്നാൽ മതി. ഇല്ലച്ച, ഉച്ചയ്ക്ക് തീർച്ചയായും വെക്കോളാം. അതല്ലടാ, ഇവിടെ വന്നിട്ട് വേറെ കാര്യമുണ്ടെന്ന്. ആണോ? എങ്കിലും ഞാൻ ഇവിടെ എത്തി. താങ്ക് യു. ഒരു ഉഗ്ര കൈയടി ചേട്ടന്. ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ ഓണാഘോഷത്തിൽ പിന്നെ ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റങ്ങളുടെ ഓണം ബമ്പറിൽ വന്നതിനും പങ്കെടുത്തതിനും നമുക്ക് ഇത്രയും നല്ലൊരു എന്താ പറയാ ഫിഗർ, മുകേഷിന്റെ പെർഫെക്റ്റ് ഫിഗറും സൗണ്ടും ഒക്കെ കാണിച്ചു തന്നു. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ തിരിച്ചും നന്ദി പറയുകയാണ്. എന്നെ ഈ വലിയ ചാനലിന്റെ വലിയ ഷോയിലേക്ക് മുകേഷിനെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ടാണ് എന്നെ വിളിച്ചതിൽ സന്തോഷം. എല്ലാവരോടും നന്ദി പറയുന്നു. ഒപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ തൽക്കാലം വിടതില്ലെന്നും വീണ്ടും കാണാം എന്ന വിശ്വാസത്തിൽ. തീർച്ചയായിട്ടും വീണ്ടും നമ്മൾ കാണും. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അങ്ങനെ എന്നാണെന്ന് അതെ, മുകേഷ് ഏട്ടായിട്ട് തന്നെ തിരിച്ചു പോയിക്കോളൂ. ഏത് മൂഡ്? മുകേഷ് ഏട്ടൻ മൂഡ്. ഓക്കെ, റെഡി.